السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأي من آية في السماوات والأرض وكأي من آية في السماوات والأرض يمرون عليها وهم عنها معرضون. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സൂറത്തു യൂസുഫിലെ 105-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. സൂറത്തു ആലു ഇംറാനിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇന്ന് ജീവിതത്തിൽ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു യാത്ര നടത്തി വന്ന ഉടനെ എന്ന നിലക്ക് യാത്രാ വിവരണമാണ് ഇന്ന് ക്ലാസ്സിൽ ഉള്ള പലരുടെയും ആവശ്യാർത്ഥം നടത്തുന്നത്. സൂറത്തു യൂസുഫിലൂടെ അതിന്റെ 105-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ചോദിച്ച ആ വലിയ ഒരു ചോദ്യം ഇന്നും അതിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇത്തരം യാത്രകൾ നടത്തുമ്പോൾ. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ആകാശഭൂമികളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര ദൃഷ്ടാന്തങ്ങളാണ് വെച്ചിട്ടുള്ളത്. ആകാശഭൂമികളിൽ എത്ര ദൃഷ്ടാന്തങ്ങളാണുള്ളത്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർള് യമറൂന അലൈഹാ. ജനങ്ങൾ ആ ദൃഷ്ടാന്തങ്ങളുടെ അടുത്തുകൂടെ സഞ്ചരിക്കുമ്പോഴും അതിന്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോഴും വഹും അൻഹാ മുഅ്രിദൂൻ, ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവരശ്രദ്ധരാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ആലോചിക്കാനോ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാനോ ഒന്നും അവർ തയ്യാറല്ല. ഈ ചരിത്രങ്ങളുടെ ബാക്കി വെപ്പുകൾ ഇപ്പോഴും നമുക്ക് പലപ്പോഴും
ഇത്തരം യാത്രകളിലൂടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യാത്രകളൊക്കെ ഒരാഘോഷമാക്കി മാറ്റുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചരിത്ര ശേഷിപ്പുകളുടെ താല്പര്യങ്ങൾ എന്താണെന്നോ അതിന്റെ പിറകിലുള്ള സംഗതികൾ എന്താണെന്നോ ആലോചിക്കാൻ ആരും തയ്യാറല്ല എന്നർത്ഥം. അവിടെയാണ് ഒരു യാത്ര കഴിഞ്ഞെത്തിയ ഉടനെ നടത്തുന്ന പ്രഭാഷണം യാത്രാ വിവരണമാവണം എന്ന് ക്ലാസ്സിലുള്ള പലരും ആവശ്യപ്പെട്ടത്. കേവലം ഒരു ഉല്ലാസയാത്രയല്ല, ഖുദ്സ് യാത്ര, ബൈത്തുൽ മുഖദ്ദസ് മാത്രമല്ല, അല്ലെങ്കിൽ ഖുദ്സ് ഏരിയ മാത്രമല്ല, ഇസ്രായേലും പലസ്തീനും ജോർദാനും ഈജിപ്തും 4 രാഷ്ട്രങ്ങളാണ് പെരുന്നാളിന്റെ അന്ന് തുടങ്ങിയ യാത്ര 10 ദിവസം നീണ്ടു നിന്ന യാത്രയിൽ ശരിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, പെരുന്നാളിന്റെ അന്ന് നിസ്കരിച്ച ഉടനെ ഇവിടെ നിന്ന് പുറപ്പെട്ടു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 49 അംഗങ്ങളുള്ള യാത്രാ സംഘം കാലത്ത് 9 മണിക്ക്, പിറ്റേന്ന് കാലത്ത് 9 മണിക്ക് 7-ാം തീയതി ജോർദാൻ തലസ്ഥാനമായ അമ്മാൻ എയർപോർട്ടിലെത്തി. അവിടെ ഇറങ്ങിയ ഉടനെ യാത്രാ നടപടിക്രമങ്ങൾക്ക് ശേഷം 11 മണിക്ക് ആദ്യമായി പുറപ്പെട്ടത് ഈ ക്ലാസ്സിൽ നാം എത്രയോ തവണ പറഞ്ഞ നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാമിന്റെ മഖ്ബറയിലേക്കാണ്. ഞാന് ആയത്തുകളിലേക്ക് കടന്നു വരുന്നില്ല, അങ്ങനെ ആയാലേ നമുക്ക് ഇതൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കാരണം 10 ദിവസത്തെ യാത്ര മൊത്തം ഒരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തുന്നത്. ഇതെന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ യാത്ര നടത്തിയപ്പോഴുണ്ടായ ഒരനുഭവം, ഒരു 10 കൊല്ലം മുമ്പ് ഈ യാത്ര നടത്തേണ്ടിയിരുന്നു എന്ന ഒരു തിരിച്ചറിവാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം ആശ്വാസമുള്ള ഒരാളും ഈ യാത്ര നടത്താതിരിക്കരുത്. കാരണം മക്ക മദീന യാത്രയിൽ നമുക്ക് ഉംറയും സിയാറത്തും ഒക്കെ ലഭിക്കുന്നതോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ മാത്രമാണല്ലോ മക്കയും മദീനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതേസമയം പൂർവകാല നബിമാരുടെ ചരിത്രങ്ങൾ മുഴുവനുമുള്ളത് ഈ ഭൂമികളുമായി ബന്ധപ്പെട്ടാണ്. അതവിടെ പോകുമ്പോ മാത്രമേ അറിയുള്ളൂ. അതിനു മാത്രം വലിയ ഒരു സംഖ്യയൊന്നും അതിനില്ല. 95 രൂപയാണ് ഒരു യാത്രക്കാരനോട് വാങ്ങിയത്. പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടികൾക്ക് വല്ല മിഠായും വാങ്ങണമെങ്കിൽ, എന്തെങ്കിലും കയ്യിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലാത്തത് തിരിച്ച് ഇവിടെ എയർപോർട്ടിൽ എത്തിക്കും അവർ. ഞാൻ പറഞ്ഞു വരുന്നത്, പരമാവധി പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ യാത്ര ഓരോരുത്തരും നടത്തണം എന്നുണർത്തുകയാണ്. കാരണം ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഹളറത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് കയ്യബദ്ധത്തിലാക്കി ബുദ്ധി മൂസ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ നിന്ന് കൊല്ലപ്പെടുന്ന സംഭവം നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം നാട് കടന്നു വരുന്നു, ഹിജ്റ ചെയ്തു വരുന്നു. അങ്ങനെ ഹിജ്റ ചെയ്തെത്തി ജോർദാനിലേക്ക് എത്തുന്ന രംഗം മദിയൻ. ആ മദിയനിലേക്ക് എത്തി അവിടെ ശുഐബ് നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന് അഭയം നൽകുന്നു. മൂസ നബി അലൈഹിസ്സലാമിന് തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നു.
ആ സംഭവമൊക്കെ നമുക്കറിയാലോ. മൂസ നബി അലൈഹിസ്സലാമും ഷുഐബ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം വന്ന് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ തളർന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷുഐബ് നബിയുടെ മക്കൾ വെള്ളം കോരാൻ വന്നത്, അവരെ സഹായിച്ചു കൊടുത്തത്, വാപ്പ അവരെ വിളിപ്പിച്ചത്, അങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുത്തത്. എന്നിട്ട് 10 കൊല്ലം ആടുമേച്ച്, നേരത്തെ നിശ്ചയിച്ച മഹർ പ്രകാരം 10 കൊല്ലം ആടുമേച്ച് അവിടെ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് പുറപ്പെടുന്ന രംഗം. ഞാൻ പറയുന്നത് അവിടെ ചെന്ന് നമ്മൾ ആ യാത്ര നടത്തുമ്പോഴാണ് ശരിക്കും നമുക്കതിങ്ങനെ ബോധ്യപ്പെടാം. മൂസ നബി ആദ്യം ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്കും ജോർദാനിലേക്കും ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ ജോർദാനിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും, കുടുംബത്തെയും കൂട്ടി അങ്ങോട്ട് പോകും. അവിടെ നിന്ന് ഫറോവയും കൂട്ടരും ആട്ടി ഓടിച്ച് ചെങ്കടൽ കടന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു. കടല് പിളർന്ന്, അതാര സ്ഥലമൊക്കെ ശരിക്കും നമുക്കിങ്ങനെ കാണാൻ കഴിയും. അതാണ് അതിന്റെ പ്രത്യേകത. മൂസ നബി അലൈഹിസ്സലാമും കൂട്ടരും അന്ന് മുറിഞ്ഞു കടന്ന കടല് ബഹറുൽ കുൽസും, ചെങ്കടൽ, അൽ ബഹറുൽ അഹ്മർ എന്നും അതിന് പേരുണ്ട്. അതിലൂടെ മുറിഞ്ഞു കടന്ന് പലസ്തീൻ, അതൊക്കെ അവിടെ ചെന്നാൽ ശരിക്കും ബോധ്യപ്പെടും. കാരണം അത് കടന്നാൽ പിന്നെ ഫലസ്തീനിലേക്കാണ് എത്തുന്നത്. അങ്ങനെ ഈ സ്ഥലമൊക്കെ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് ഇങ്ങോട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ഈജിപ്തിലെ വിശാലമായ കൃഷിയിടങ്ങൾ, അതൊക്കെ കണ്ണിൽ ഇങ്ങനെ കാണുമ്പോൾ വിശുദ്ധ ഖുർആനിലെ കുറെ ആയത്തുകൾ, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത പലർക്കും നമ്മൾ എപ്പോഴും പറയുന്ന സംഗതികൾ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കഥയാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞതുപോലെ വേറെ ആരുടേതും പറഞ്ഞിട്ടില്ല. എങ്കിലോ ആ മൂസ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ മുഴുവനുള്ളത് അവിടെയാണ്. മൂസ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഭവങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ ദിവസം ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മഖ്ബറയിലേക്കാണ് നേരെ പോയത്. റൂമിലേക്ക് പോയിട്ടില്ല, നേരെ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മഖ്ബറയിൽ. എന്നിട്ട് അവിടെ സിയാറത്ത് കഴിഞ്ഞു. പിന്നീട് ദുഹ്റും അസ്റും ജമ്മായി നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് അൽ ബഹ്റുൽ മയ്യിത്ത്, ഡെഡ് സീ, ചാവുകടൽ കാണാനാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാലോ, അതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ചാവുകടൽ പ്രകൃതി വിരുദ്ധ ലൈംഗികത തൊഴിലാക്കിയ, അല്ലെങ്കിൽ അതൊരു ഹോബിയാക്കി മാറ്റിയ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു പപ്പടം മറിക്കും പോലെ അവരുടെ രാജ്യം അമ്പടം മറിച്ചിട്ട ഒരു വലിയ ദുരന്തം, ഒരു വലിയ ഭൂകമ്പം, അന്ന് അവരിലുണ്ടായ വലിയൊരു ഭൂകമ്പത്തിന്റെ പരിണിതിയായിട്ടാണ് സത്യത്തില് ചാവുകടൽ രൂപപ്പെട്ടത്. ആ ചാവുകടലിൽ നമ്മളിങ്ങനെ പോയി നോക്കിയാൽ കാണാൻ പറ്റുന്ന രംഗം എന്താണെന്നറിയാം നിങ്ങൾ? മനുഷ്യന്മാര് മൊത്തല വെള്ളത്തിലിട്ടതുപോലെ അങ്ങനെ കിടക്കുക. കാരണം ചാവുകടലിൽ ഉപ്പിന്റെ അംശം അത്രയും കൂടുതലാണ്. ഒരു വസ്തുവും അതിൽ ജീവിക്കൂല. മാത്രമല്ല അതിന്റെ ആ വെള്ളത്തിൽ താഴ്ന്നു പോകൂല. നമ്മളിങ്ങനെ കിടന്നാൽ മുകളിൽ ഇങ്ങനെ കിടക്കും, അതിൽ മലന്ന് കിടന്ന് പത്രം വായിക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ അവിടെയുള്ള പരിപാടി. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയാണ് അല്ലാഹ് പറഞ്ഞത്, വകം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ്, എത്രയെത്ര കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഭൂമിയിൽ നാം വെച്ചിട്ടുള്ളത്. യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ, അതിന്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോഴും അവരതേ കുറിച്ച് തീരെ ബോധമില്ലാത്തവരാണല്ലോ, അവരശ്രദ്ധരാണല്ലോ. സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ഇത്തരം അദാബിന്റെ കേന്ദ്രങ്ങളിലൂടെ ജസ്റ്റ് പാടത്തിനൊന്ന് കാണുക, വേഗം കടന്നു പോയിക്കൊള്ളണം. അവിടെ ഇങ്ങനെ കുതിര ഇടാനുള്ള സ്ഥലമല്ല, അവിടെ വെറുതെ എൻജോയ്മെന്റിന് കണ്ടെത്തേണ്ട സ്ഥലമല്ല. ഇപ്പൊ ശരിക്ക് ചെയ്യുന്നത് ടൂറിസ്റ്റുകൾ അവിടെ ആഘോഷമാക്കി മാറ്റുകയാണ്. വസ്ത്രം ഉള്ളതും ഇല്ലാത്തതും തീരെ ഉടുക്കാത്തതോ പകുതി ഉടുത്തതുമായ ആളുകൾ അവിടെ കിടന്നിങ്ങനെ പലപ്പോഴും വളരെ വൃത്തികെട്ട സംസ്കാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര വലിയൊരു സംഗതിയാണത്. ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നു,
ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ രേഖപ്പെടുത്തിയത് കാണാം. മുമ്പെങ്ങോ നടന്ന വലിയ ഒരു ഭൂകമ്പത്തിന്റെ ഫലമായിട്ടാണ് ഡെഡ് സീ രൂപപ്പെട്ടത്. അതെന്താന്ന് ആലോചിക്കാൻ ആരുമില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത വസിച്ചിരുന്ന സ്ഥലമാണ് സഡോം എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്താണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം. ഇത് ചാവു കടൽ എന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ ഒരു തടാകമാണ് സത്യത്തിൽ. കടൽ എന്ന് പേര് വിളിക്കുന്നുണ്ടെങ്കിലും വലിയ ഒരു തടാകമാണ്. അൽ ബഹ്റുൽ മയ്യിത്ത് രണ്ടാമതായി കണ്ടത് അതാണ്. അങ്ങനെ ഏകദേശം ഒരു 2 മണിയോടടുത്ത് അവിടെ എത്തി. അത് കണ്ടു. അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. 3 മണിക്ക് തുടങ്ങിയ യാത്ര 1 മണിക്കൂറും കൂടെ നീണ്ടുനിന്നു. 4 മണിക്ക് ദിർഅല്ല എന്ന് പറയുന്ന സ്ഥലത്ത്, ദിർഅല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്തു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയാം. സ്വന്തം വാപ്പയുടെ തല സയ്യിദുന റസൂലുള്ളാഹിക്ക് വേണ്ടി കൊയ്തെടുത്ത സ്വഹാബിയാണ്. അല്ലെ? വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം ആയത്തിറങ്ങിയതാണ്. ഈ അബൂ ഉബൈദയെ കുറിച്ച് പ്രത്യേക ആയത്തിറങ്ങിയത്. അതാ ഞാൻ പറഞ്ഞത്, ഓരോ ആയത്തുകൾ ഓതി പറയാൻ ഇപ്പൊ സമയമല്ല. അറിയുന്നവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാം. ആ യാത്രയിൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഒരു യാത്ര കഴിഞ്ഞ് ഒരു സ്ഥലം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ബസ്സിൽ നിന്ന് ഇതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടെയുള്ള ആളുകൾക്ക് അത് വല്ലാതെ സന്തോഷകരമായി എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒരുപാട് ആളുകൾ, ഉസ്താദുമാരും ധാരാളം. കുറ്റമ്പാറ ഉസ്താദ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊളത്തൂർ അലവി സക്കാഫി ഉണ്ടായിരുന്നു. പിന്നീട് വെണ്ണക്കോട് അബൂബക്കർ സക്കാഫി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ടൂർ ഏർപ്പാട് ചെയ്തത്. സിയാറത്ത് യാത്ര ഓപ്പറേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. അതോടൊപ്പം വിനീതനായ ഞാനും ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം തോന്നി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സ്വഹാബത്ത് അവരുടെ ഖബറുകളൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഉണ്ടാകുക. ഇത് ശരിക്കും നമ്മൾ അനുഭവിക്കും. മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ ചെന്ന് നിൽക്കുമ്പോഴും മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ ചെന്ന് നിൽക്കുമ്പോഴും ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് ശരിക്കും ആ ഒരു ആനന്ദം ശരിക്കും കിട്ടും. മുത്തുനബിയെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ഒരുപാട് കൂട്ടുകാർ അവരുടെ ചാരത്തെത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ സമാധാനാണോ? എന്നെ കണ്ടവനെ നരകം തൊടില്ല, എന്നെ കണ്ടവനെയും നരകം തൊടില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അവരുടെ ചാരത്തൊന്ന് എത്തി നിൽക്കുക എന്നത് വളരെ സന്തോഷകരമാണ്. അങ്ങനെ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തതിന്റെ ശേഷം പിന്നെ അവിടെ നിന്ന് 4രക്ക് പ്രമുഖ സ്വഹാബിയായ ളിറാർ ഇബ്നുൽ അസ്വർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തു. ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ട് അവസാനം ബഹുമാനപ്പെട്ടവരുടെ കണങ്കാല് വെട്ടിമാറ്റി. എന്നിട്ട് കാല് പകുതി മുറിക്കപ്പെട്ടിട്ട് മുട്ടിന് താഴെ വെട്ടി. എന്നിട്ട് ആ കാലിൽ ഇഴഞ്ഞുകൊണ്ട് സമരം നടത്തിയ ആളാണ് ളിറാർ ഇബ്നുൽ അസ്വർ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ അതവിടെ ശരിക്ക് ഇതൊക്കെ എന്തോ കേട്ടുകേൾവിയല്ല, അതാണ് ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ ശരിക്കും ഓരോ മഖ്ബറയിലും വലിയ ഫലകങ്ങളിൽ അത് എഴുതി അവരുടെ ഒരു ചെറിയ ബയോഡാറ്റ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവരാരാണ്? അതൊക്കെ കേട്ടുകേൾവിയല്ല. അതോടൊപ്പം തന്നെ ഇതൊക്കെ വൻ മഖാമുകളാണ്, ചെറിയ സംഗതിയല്ല. നമ്മൾ മമ്പുറത്ത് ചെന്നാലൊന്നും അല്ല, വലിയ മഖാമുകൾ, കോടിക്കണക്കിന് രൂപ വരുന്ന മഖാമുകൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിനൊക്കെ 1 കോടി രൂപയെങ്കിലും ചെലവിട്ടാൽ അങ്ങനെ ഒരു മഖാമ് പണിയാൻ കഴിയില്ല. എത്രയോ എന്തൊരു ഭംഗിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ളിറാർ ഇബ്നുൽ അസ്വർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തു. അതിന്റെ ശേഷം 6:30 യൂശഅ ഇബ്നു നൂൻ അലൈഹിസ്സലാം, അതായത് എല്ലാ വെള്ളിയാഴ്ച അൽ കഹ്ഫിൽ നമ്മൾ ഓതുന്നു,
എന്ത് മൂസ നബിയുടെ ഫത്ത എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഓതാറുണ്ടല്ലോ, മൂസ നബിയുടെ കൂട്ടുകാരൻ. ആ ഫത്ത മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ മീനും പിടിച്ച് ഒപ്പം നടന്നിരുന്ന യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്ന യൂശഅ നബി അലൈഹി ഇസ്ലാം അവരുടെ ഖബർ അത് സന്ദർശിച്ചു. തിരിച്ച് രാത്രി 7:50 അമ്മാൻ സിറ്റിയിലെ ജെറൂസലം ഹോട്ടലിൽ വന്ന് താമസിച്ചു. ശേഷം നിസ്കാരം, ഭക്ഷണം, ഹദ്ദാദ്, വിശ്രമം. രണ്ടാമത്തെ ദിവസം സുബഹി നിസ്കരിച്ചു. ദിക്റുകളും ഔറാദുകളും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഭക്ഷണം കഴിച്ചു. നേരെ ബസ്സിലേക്ക് പുറപ്പെട്ടു. ഒരു 10 മണിയോടെ, കുറച്ച് യാത്ര ചെയ്തിട്ട് 10 മണിയോടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചാരത്തെത്തുന്നു. ജോർദാനിലാണ് ഗുഹാവാസികൾ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫ് ഓതാറുണ്ട്. അൽ കഹ്ഫ് ഓതാറുണ്ട്. ഗുഹാവാസികളുടെ കഥ വായിക്കാറുണ്ട്. 7 ആളുകളുടെ കഥ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. 7ഉം അതുപോലെ തന്നെ അവരുടെ കാവൽപ്പട്ടി 8ാമനായിട്ട് അവരുടെ കൂടെയും. ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്തതാ. എണ്ണത്തിന് പ്രസക്തിയില്ല, വണ്ണത്തിന് പ്രസക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ആയത്തുകളൊക്കെ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്തതാ. അവിടെ ശരിക്ക് ചെന്നാൽ, നമുക്ക് ജോർദാനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശരിക്കും ഇതിങ്ങനെ കാണാൻ കഴിയും. അസ്ഹാബുൽ കഹ്ഫിന്റെ ആ ഗുഹ അത് എത്രയോ പഴക്കമുള്ള അന്നത്തെ അതേ അവസ്ഥയിൽ ഇപ്പോഴും അവിടെ നിലനിൽക്കുക. ഗുഹാമുഖത്ത് നായ അതിന്റെ കാലും നീട്ടി ഇങ്ങനെ കിടക്കുന്ന വകൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദ് എന്ന് പറഞ്ഞ ആ ഗുഹാമുഖമൊക്കെ ഇപ്പോഴും ചെന്നാൽ ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങോട്ട് കടക്കുന്നിടത്ത് ഒരു കവാടമാണ്. അതങ്ങോട്ട് കടന്നാൽ ഉള്ളില് വിശാലമായ സ്ഥലമാണ്. പന്ത് കളിക്കാൻ മാത്രമുള്ള ഏരിയ. ഉള്ളിലേക്കാണ് കടന്നാൽ, കടക്കുന്നിടത്ത് കുടിസായിട്ടാവും. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിശാലമായ ഏരിയയാണ്. അതാണ് ഇതൊക്കെ വിശുദ്ധ ഖുർആൻ എത്രയോ തവണ പറഞ്ഞതാണല്ലോ. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അവരാ ഗുഹക്കകത്ത് വിശാലമായ സൗകര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് 3 ഖബർ, ഒരു ഭാഗത്ത് 4 ഖബർ, അങ്ങനെ 7 ഖബറുകൾ. പിന്നെ സൂര്യൻ ഇങ്ങനെ മാറി വരുമ്പോൾ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യ വെളിച്ചം തട്ടാതിരിക്കാനുള്ള സൗകര്യം അവർക്കുണ്ടായിരുന്നു. അതിലേക്ക് ഇങ്ങോട്ട് പൂർണ്ണമായി കടക്കാത്ത വെളിച്ചം കിട്ടും, എന്നാൽ സൂര്യതാപം അവർ കേൾക്കില്ല എന്ന് പറയുന്ന ഭാഗം സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. സമയം വൈകുന്നു കരുതി അങ്ങോട്ടൊന്നും വരാത്ത. അങ്ങനെ ആ ഭാഗമൊക്കെ നമുക്ക് കാണാം. അതിനുള്ള പഴുതുകളൊക്കെ ഇപ്പോഴും അവിടെ കാണാൻ പറ്റും. പിന്നീട് എന്ന് പറഞ്ഞ് ഇവരെ കണ്ടെത്തിയതിന്റെ ശേഷം, അസ്ഹാബുൽ കഹ്ഫിനെ കണ്ടെത്തിയതിന്റെ ശേഷം അവരുടെ സ്മാരകമായിട്ട് എന്തെങ്കിലും ഒന്ന് പണിയണമെന്ന് പറഞ്ഞപ്പോൾ അത് പള്ളിയാക്കാമെന്ന് അവസാനം പലവിധ തർക്കങ്ങൾക്കൊടുവിൽ തീരുമാനമായി. ആ പള്ളി ഇപ്പൊ പൊളിക്കപ്പെട്ടിട്ടുണ്ട്. പള്ളിയുടെ തൂണുകളൊക്കെ അവിടെ ഉണ്ട്. പള്ളി പൊളിക്കപ്പെട്ടിട്ടുണ്ട്. പള്ളിയുടെ തൂണുകളുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ആ സ്മരണ പുതുക്കിക്കൊണ്ട് വലിയ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് പള്ളി എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് മസ്ജിദ് അസ്ഹാബുൽ കഹ്ഫ് വേറെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ഇതിന്റെ മുകളിൽ തന്നെ പള്ളിയുണ്ട്. അവിടെ കയറിയിട്ട്, കാരണം പള്ളിയുടെ മുകൾ മേൽക്കൂര പൊളിഞ്ഞു പോയാലും വഖഫ് ചെയ്ത സ്ഥലം ഇപ്പോഴും പള്ളിയാണല്ലോ. അവിടെ കയറിയിട്ട് നിസ്കരിക്കാൻ കഴിയും. തഹിയ്യത്ത് നിസ്കരിച്ചു, ദുഹാ നിസ്കരിച്ചു. അതിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അൽ കഹ്ഫ് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 10 മണിക്കാണ് അവിടെ എത്തുന്നത്. അൽ കഹ്ഫ് കൂട്ടായിട്ട് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഓതി. അൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കുന്നതിന്റെ മഹത്വം ഒപ്പമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. ഒറ്റ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഒഴിവാക്കൂല എന്ന് പ്രതിജ്ഞ എടുപ്പിച്ചു. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു ഗുണം ഈ യാത്രയിൽ ലഭിക്കും. ഒക്കെ അവിടുന്ന് അങ്ങോട്ട് തീരുമാനം എടുക്കുമ്പോൾ സംഗതി നടക്കും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പലരെയും പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, അൽ കഹ്ഫ് ഓത അവിടുന്ന് എടുത്ത തീരുമാനം ഗ്രൂപ്പിൽ അറിയിച്ചു. നിർബന്ധമായിട്ടും ആ തീരുമാനം പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന്. അൽഹംദുലില്ലാ എല്ലാവരും ഓതി എന്ന വിവരമാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, അൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നവന് ഒരിക്കലും സിറാത്ത് പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വീഴൂല. എത്രയോ പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അത് നേരിട്ട് അവരുടെ ചാരത്ത് വെച്ചങ്ങ് പറയുമ്പോൾ അതിനൊന്നും കൂടെ ശരിക്ക് ബലം കിട്ടും. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ചെറിയൊരു പൈസ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നടത്താൻ പറ്റുന്ന യാത്രയാണ്. അവിടെ നിന്ന് ജുമുഅ ലക്ഷ്യമാക്കി കർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ ഒരു പള്ളിയിൽ കയറി ജുമുഅ നിസ്കരിച്ചു. തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അവിടെ നിന്നും മുഅ്താ യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ പോയി. അതൊന്ന് ശ്രദ്ധിക്കാം. മുഅ്തത്ത് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക യുദ്ധങ്ങളിൽ വല്ലാത്ത ഓർക്കാൻ പോലും കഴിയാത്ത ഒരു സമരക്കളമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോം രാജാവ് കൈസറിന് കത്ത് കൊടുത്തയക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. ഇത് സാധാരണ മുത്തുനബി ചെയ്യാറുള്ളതാണ്. പക്ഷെ എന്തുണ്ട്, ദൂതന്മാരോട് മാന്യമായ പെരുമാറ്റമാണ് എല്ലാ രാജ്യത്തും നടത്തുന്നത്. ദൂതന്മാരെ വധിച്ചു കളയാന്ന് പറഞ്ഞാൽ മഹാ ചണ്ഡിത്തരമായിട്ടാണ് അന്ന് ആരും കണക്കാക്കിയിരുന്നത്. പക്ഷെ റസൂലുള്ള ഈ എഴുത്തു കൊടുത്തയച്ച സ്വഹാബിയെ അവരവിടെ ഇട്ട് വധിച്ചു കളഞ്ഞു. ഈ വിവരം മുത്തുനബിക്കാണ് കിട്ടിയപ്പോ എത്ര വലിയ ശക്തന്മാരാണെങ്കിലും മല്ലന്മാരാണെങ്കിലും ഏറ്റുമുട്ടുകയല്ലാതെ നിർവാഹമല്ലാന്ന് തീരുമാനം വന്നു മുത്തുനബിയുടെ സദസ്സിൽ നിന്ന്. അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടതാണ്. 3000 ആളുകൾ, കേവലം 3000 ആളുകൾ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവിടെ വധിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും ചർച്ച ചെയ്യേണ്ടതില്ല, പോവുക, ഇവരെ തൂത്തെറിയണം, അതിന് വേണ്ടതൊക്കെ ചെയ്യണം എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ 3000 ആളുകളെ സജ്ജമാക്കി പുറപ്പെടുകയാണ്. പക്ഷെ റോം രാജാവ് ഇവിടെ ഒരുക്കിയത് 2 ലക്ഷം അനുയായികളെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 2 ലക്ഷം ആളുകൾ 3000 ആളുകളോട് ഏറ്റുമുട്ടുന്ന അവസ്ഥ. ആ അടർക്കളം, ആ സമരക്കളം ഇന്നും അവിടെ ചരിത്രത്തിൽ സൂക്ഷിച്ചിരിക്കുക. ഒന്നും പറ്റിയിട്ടില്ല. ആ സമരം നടന്ന സ്ഥലമൊക്കെ ഇപ്പോഴും ഇങ്ങനെ പോയാൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായ ഒരു രംഗാണ്. ഇസ്ലാമിന് ഇത്രമാത്രം വലിയ പ്രതിസന്ധി ഉണ്ടായ ഒരു സമയം ഉണ്ടായിട്ടില്ല. മുത്തുനബി പറഞ്ഞു, മൂത്തത്തിലേക്കുള്ള സമരം നയിക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ. മുത്തുനബിയുടെ പോറ്റുപുത്രനായിരുന്ന സയ്യിദ് ഇബ്നു ഹാരിസ, അവർ പിടിക്കണം പതാക. സയ്യിദ് ഇബ്നു ഹാരിസ കൊല്ലപ്പെടുമ്പോൾ ജഅഫർ ഇബ്നു അബീ താലിബ് പിടിക്കണം. ജഅഫർ ഇബ്നു അബീ താലിബ് കൊല്ലപ്പെട്ടാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പിടിക്കണം. അബ്ദുല്ലാഹി ഇബ്നു റവാഹയും കൊല്ലപ്പെടുമ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾ അവർ മുശാവറ ചെയ്ത് കൂടിയാലോചിച്ച് അവരിൽ നിന്നൊരു ഖായിദിനെ, ഒരു ക്യാപ്റ്റനെ അവർ കണ്ടെത്തണം, ഒരു ലീഡറെ അവർ കണ്ടെത്തണം. സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നബി തങ്ങളെ എപ്പോ പറഞ്ഞു അപ്പൊ ഉറപ്പിച്ചു, സയ്യിദ് ഇബ്നു ഹാരിസ ഞാൻ ഷഹീദാവും. അല്ലെങ്കിൽ നബി തങ്ങൾ ഇങ്ങനെ പറയില്ലല്ലോ. സയ്യിദ് ഇബ്നു ഹാരിസ ഷഹീദായ ജഅഫർ കൊടി പിടിക്കണം, നബി പറയാ. അപ്പൊ ഉറപ്പിച്ചു ഞാൻ ഷഹീദാകും. ഇങ്ങട്ടാ സമരത്തിന് പോകുന്നു. ഒരു സംശയത്തിന്റെ പേരിൽ ഉറപ്പിച്ചു പോവാ. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അങ്ങ് ചെന്നു. നമ്മൾ മനസ്സിലാക്കണം, ആകെ 14 പേരാ മുസ്ലിം പക്ഷത്ത് നിന്ന് ഷഹീദായത്. അപ്പുറത്ത് ഷഹീദായതിന് എണ്ണവും കണക്കുമില്ല. സംഗതിയോ 3000-ഉം 2 ലക്ഷം. 3000-ഉം 2 ലക്ഷവും തമ്മിലാ ഏറ്റുമുട്ടി. ഇപ്പുറത്ത് ആകെ 14 പേര്, അപ്പുറത്ത് 12 പേര് ഷഹീദായത്. അപ്പുറത്ത് ഖൽഖുൻ കസീർ, ധാരാളം ആളുകൾ ഷഹീദായി. പക്ഷേ സ്വാഭാവികമാണല്ലോ, 2 ലക്ഷം ആളുകളോട് ഏറ്റുമുട്ടുന്ന 3000-ത്തെ ചവിട്ടിമതിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. പതാക ഏന്തിയ, പതാക പിടിച്ച പതാകവാഹകനായ സയ്യിദ് ഇബ്നു ഹാരിസ കൊല്ലപ്പെട്ടപ്പോൾ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് പതാക എടുത്തു. എന്നിട്ട് മുന്നിൽ നിന്നുകൊണ്ട് സമരം നയിച്ചു. അപ്പോഴാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് വെട്ടിയത്. കൈ അങ്ങ് മുറിഞ്ഞു. പതാക ഇടത്തെ കയ്യിലെടുത്തു. ജഅഫർ റളിയല്ലാഹു അൻഹു പതാക ഇടത്തെ കയ്യിലെടുത്തു. എന്നിട്ട് സമരം ചെയ്തു. ഒരു കൈ മുറിഞ്ഞിരിക്കുക, ഇടത്തെ കയ്യിൽ പതാക പിടിച്ചിട്ട് സമരം ചെയ്തു. അതും വെട്ടി, അതും മുറിഞ്ഞു. പിന്നെയാണ് കക്ഷത്തിൽ പതാക വെച്ചിട്ട് സമരം നടത്തിയത് ജഅഫർ ഇബ്നു അബീ താലിബ്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബക്കാരനാണ്.
അബൂ താലിബിന്റെ മകനാണ്, മുത്താപ്പയുടെ മകനാണ് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങള് ജഅഫറിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ജഅഫറിന്റെ വീട്ടിലേക്ക് പോയ ഒരു രംഗമുണ്ട്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെയും മക്കളെയും സമാധാനിപ്പിക്കാൻ കഴിയാതെ കുഴങ്ങിയ ഒരു ഘട്ടമുണ്ട്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല, ഞാൻ ഇപ്പൊ യാത്രാ വിവരണം നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പറയാം. അങ്ങനെ ജഅഫർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹുവിന് സ്വാഭാവികമാണല്ലോ, യുദ്ധക്കളത്തിൽ വെട്ടും കുത്തുമാണ് കൊള്ളാൻ പോകുന്നത്. സയ്യിദ് ഇബ്നു ഹാരിഥ മുമ്പിൽ കിടന്ന് പെടഞ്ഞു മരിച്ച രംഗം കണ്ടതാ. എന്നിട്ട് വലത്തെ കൈ മുറിക്കപ്പെട്ടപ്പോ ഇടത്തെ കൈയിൽ പതാകയേന്തി മുന്നോട്ട് പോകുമ്പോൾ മഹാനവറുകൾക്ക് നല്ല വേദനയുണ്ട് ശരീരത്തിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ശരീരത്തിന് ഒരു മടി ഉണ്ടാവുമല്ലോ, ഒരു അലസത, യുദ്ധക്കളത്തിലേക്ക് അങ്ങ് ഇറങ്ങാൻ. അങ്ങനെ ഒരു അലസത ശരീരത്തിന് വരുന്നുണ്ടോ എന്ന് തോന്നിയപ്പം ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു പാട്ടങ്ങ് പാടിയിട്ട് സ്വന്തം ശരീരത്തെ ഉത്തേജിപ്പിക്കുകയാണ്. യാ ഹബ്ബദൽ ജന്നതു വഖ്തിറബുഹാ ത്വയ്യിബതുൻ ബാരിദതുൻ ശറാബുഹാ والروم روم قد دنا عذابها كافرة بعيدة أنصابها علي إن لاقيتها ضرابها. എത്രയോ വയല് പറഞ്ഞതാ ആ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തണഞ്ഞപ്പോണ്ടായ മനസ്സിന്റെ തണുപ്പും സുഖവും ഒന്ന് വേറെ തന്നെയാണ്. എന്താ പറഞ്ഞത്? യാ ഹബ്ബദൽ ജന്ന വഖ്തിറാബുഹാ, സ്വർഗ്ഗം എത്ര സുന്ദരമാണ്, സ്വർഗ്ഗം എന്റെ എത്ര തൊട്ടടുത്താ ഉള്ളത്, എന്റെ മുമ്പിലാണല്ലോ സ്വർഗ്ഗമുള്ളത്. ആ സ്വർഗ്ഗം എത്ര സുന്ദരമാണ്. ത്വയ്യിബത്തുൻ ബാരിദത്തുൻ ശറാബുഹാ, വിശുദ്ധമായ തണുത്ത പാനീയങ്ങളുള്ള ആ സ്വർഗത്തിലേക്ക് ഞാൻ എന്തിനാ അറച്ചു നിൽക്കണം? സ്വർഗമല്ലേ ശരീരമേ നിന്റെ മുമ്പിലുള്ളത്. പോകൂ, എടുത്തു ചാടൂ സമരക്കളത്തിലേക്ക്. റോമക്കാര് അവരുടെ നാശം അടുത്തിട്ടുണ്ട്. കാഫിറത്തുൻ, ഇവർ അല്ലാഹുവിനെ നിഷേധിച്ച കാഫിറുകളാണ്. പിറകിലുള്ളവർക്ക് ഉത്തേജനം നൽകുന്നത് നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബ് എന്താ പറഞ്ഞത്? മക്കത്തൊക്കെ ആവുമ്പോഴേ, മക്കത്താകുമ്പോ മക്കയിൽ നിന്ന് നടത്തുന്ന സമരങ്ങളെ പോലെ അല്ല നമ്മൾ ഇവിടെ നടത്തുന്ന സമരത്തിലുള്ളത്. ഇവിടെ ജോർദാനിലെത്തി നമ്മൾ നടത്തുന്ന ഈ സമരത്തില്, മൂത്തത്തിരണാങ്കണത്തിൽ വെച്ച് നടത്തുന്ന സമരത്തിൽ നമുക്ക് ഒന്നും നോക്കാനില്ല. മക്കയില് നമ്മള് കാഫിറായതിന്റെ പേരിലാ വെട്ടുന്നതെങ്കിലും കൊല്ലുന്നതെങ്കിലും ജ്യേഷ്ഠനെയും അനുജനെയും എളാപ്പനെയും മുത്താപ്പനെയും ഒക്കെ വെട്ടുന്നത്. ഇവിടെ ഒന്നും നോക്കാനില്ല. ബഈദത്തുൻ നമ്മളുമായിട്ട് യാതൊരു നിലക്കും തറവാട് ബന്ധങ്ങളില്ലാത്ത അകന്ന ആളുകളാണ്. കണ്ടു കിട്ടിയാ മതി, വെട്ടി നുറുക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങണം. ഇവിടെ ആരും ഒന്നും നോക്കാനില്ല, കുടുംബ ബന്ധങ്ങളൊന്നുമില്ല, കാണുന്നവരൊക്കെ വെട്ടാ. ഇത് പറഞ്ഞിട്ടാ മഹാനവറുകൾ പടക്കളത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ മഹാനവറുകളും കൊല്ലപ്പെട്ടു. അബ്ദുല്ലാഹിബ്നു റവാഹ കൊടിയെടുത്തു. അബ്ദുല്ലാഹിബ്നു റവാഹ നിമിഷ കവിയായിരുന്നു. ഒരുപാട് കവിതകൾ ഇപ്പോഴും ഈ കവിതകളൊക്കെ ഇവരുടെ ഖബറിന്റെ പുറത്ത് ഇങ്ങനെ, ഇപ്പൊ ഈ ചൊല്ലിയ കവിതകളൊക്കെ അവിടെ ഉണ്ട്. ഓരോരുത്തരുടെയും ഖബറിന്റെ പുറത്ത് അവർ ചൊല്ലിയ കവിതകൾ, ഇത് ചൊല്ലിയിട്ടാണ് അവർ മരിച്ചത്. ആ ഖബറും പുറത്ത് ഇങ്ങനെ അറബിയിൽ ഭംഗിയായിട്ട് ഇപ്പോഴും എഴുതി വെച്ചിരിക്കുക. അബ്ദുല്ലാഹിബ്നു റവാഹ പാടി: يا نفس إلا تقتلي تموتي هذا حمام الموت قد صليتي وما تمنيتي فقد أعطيتي إن تفعلي فعله ما هديتي. രണ്ട് കൂട്ടുകാരുടെ മരണം കൺമുമ്പിൽ കണ്ട് പിന്നെയും അടർക്കളത്തിൽ പോരാടുകയാണ്. അപ്പോഴാണ് സ്വന്തം നഫ്സിനൊരു മടി തോന്നുന്നുണ്ടോ എന്ന് തോന്നിയപ്പോ പാടിയത്: യാ നഫ്സു, എന്റെ ശരീരമേ, ഇല്ലാ തുഖ്തലി തമൂതി, ഇതിൽ നിന്ന് നീ അറച്ചു നിന്നാൽ ഈ സമരക്കളത്തിൽ നീ കൊല്ലപ്പെടൂലെന്നുള്ളൂ.
നീ ഇവിടെ കൊല്ലപ്പെട്ടില്ലെങ്കിലും തമൂത്തി, ഒരു ദിവസം നീ മരിക്കാനുള്ളവനാണ്. സ്വന്തം ശരീരത്തോട് പറയാൻ, നീ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും മരിക്കാനുള്ളവനാ. നിനക്ക് വിധിക്കപ്പെട്ട മരണമണി മുടങ്ങിക്കഴിഞ്ഞു. ആ മരണത്തിന്റെ സമയമായി കഴിഞ്ഞു. അത് നീ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒന്നും നോക്കാനില്ല. നീ കൊതിച്ചതെന്തായിരുന്നോ അത് നിനക്കിവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. എത്രയോ കാലം ദുആ ചെയ്തതല്ലേ, ഷഹീദായി മരിപ്പിച്ചു തരണം, ഷഹീദായി മരിപ്പിച്ചു തരണം എന്ന്. ആ കൊതിച്ച കൊതിയതായി ഇവിടെ പൂവണിയാൻ പോവുകയാണ്. അവർ രണ്ടാളും ചെയ്തത് നീയും ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ, സെയ്ദും ജഅഫറും ചെയ്തത് നീയും പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് സന്മാർഗം ലഭിക്കും ശരീരമേ. സ്വന്തം ശരീരത്തോട് പറഞ്ഞ് ശരീരത്തെ അടർക്കളത്തിലേക്കാണ്ട് എടുത്തെറിയ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഇവരുടെ 3 പേരുടെയും ഖബർ തൊട്ടടുത്ത് ഒക്കെ ഇന്നും അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുക. വലിയ മഖ്ബറകളാണ്. ഒക്കെ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് മുകളിലേക്ക് നോക്കണം, കുബ്ബ ഉയർത്തി കെട്ടിയത് കാണണം. ഇപ്പോഴൊന്നും പറ്റിയിട്ടില്ല. അവിടെയാണ് നമുക്ക് പഴയ മക്കയുടെയും മദീനയുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ അവിടെയൊക്കെ ചരിത്ര ശേഷിപ്പുകൾ തല്ലി തകർത്തതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അവിടെയാണത് ശരിക്കും ബോധ്യപ്പെടുക. ഇവിടെ ഒരു കുഴപ്പമില്ല. നമ്മുടെ മമ്പറം മക്കാമിൽ ചെന്ന അതേ അവസ്ഥ. അവിടെ നമ്മൾ കയറി കേട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടുത്തെ ഹാദിമീങ്ങൾ നമ്മളോട് സ്വതക്ക ചോദിച്ചു. അതന്നെ, സ്വതക്ക ചോദിക്കുന്ന അതേ പരിപാടി നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്നതൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. എങ്ങനെയും ദുആ ചെയ്യാം. അത് തടസ്സപ്പെടുത്താൻ ആരുമില്ല, വിലങ്ങാൻ ആരുമില്ല. നല്ല സന്തോഷകരമായ ഒരു യാത്ര. അൽഹംദുലില്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബ്, സയ്യിദ് ഇബ്നു ഹാരിസ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഇവരെയൊക്കെ സിയാറത്ത് ചെയ്ത് അന്നത്തെ യാത്ര അവസാനിച്ചു. 3-ാമത്തെ ദിവസം 9 മണിക്ക് ജോർഡാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കയറി. ഇതിപ്പോ നമ്മളെ ജീവിതത്തിൽ നാം ഏറെ കേട്ടതാണ്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജൂതരാഷ്ട്രം പണിയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതാണ്. ഇതെന്തിനാണ്? ഇസ്ലാമിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തുന്ന ഈ കക്ഷികളെ മുഴുവനും ഒരു പിടുത്തം പിടിച്ചിട്ട് എല്ലാറ്റിനെയും ഒറ്റയടിക്ക് കൊന്നുകളയണമെങ്കിൽ ഒരു മൂലയിൽ ഇവരെ ഒതുക്കണം. അതിനുള്ള പരിപാടിയാണ് ജനാബിക്കും ലഫീഫ. ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഒരു ഭാഗത്തേക്ക് ഇവരെ ഒരു കൂട്ടും. സൂറത്തുൽ ഇസ്രായിലുണ്ട്. 2 തവണ കുഴപ്പമുണ്ടാക്കും. ഒരിക്കൽ മുസ്ലിമീങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് ശരിക്ക് അതിന്റെ അധികാരം ഏറ്റെടുക്കും. വീണ്ടും 2ാമതൊരിക്കൽ കൂടെ മുസ്ലിമീങ്ങൾ എല്ലാ അർത്ഥത്തിലും അധികാരം തിരിച്ചു പിടിക്കും എന്ന് പറയുന്ന ഭാഗം അത് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ ആയത്തുകൾ ഓതി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും. കാരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിയിൽ ഇവരെ നാം കഷ്ണം വെട്ടി എറിഞ്ഞു എന്ന് പറഞ്ഞ ഈ ജൂതന്മാർ നമ്മുടെ നാട്ടിൽ അടക്കം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരടക്കം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്നൊക്കെ ഇങ്ങനെ കയറി പോവാണ്. എല്ലാം ജൂതരാഷ്ട്രത്തിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഇത് ഒരുമിച്ച് നശിപ്പിക്കാൻ എളുപ്പം അതാണ്. അല്ലാതെ ആരും വിഷമിക്കേണ്ടതില്ല. പക്ഷേ ഇപ്പൊ അവർ നടത്തുന്ന ഫസാദ് ശരിക്കും നിങ്ങൾ 2 വട്ടം കുഴപ്പമുണ്ടാക്കും. ഭൂമിയിൽ ധിക്കാരം കൊണ്ട് കുഴപ്പമുണ്ടാക്കും. മുസ്ലിമീങ്ങളെ അടിച്ചമർത്തും എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പൊ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണുന്ന രംഗം, നമ്മൾ വിദേശികളാണ്. നമുക്ക് ദേഹപരിശോധനയും മറ്റും നേരിടുന്നതല്ല. ആ നാട്ടുകാര് പലസ്തീനികൾക്കടക്കം ഇസ്രായേലിലേക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ അവിടെ ദേഹപരിശോധന അനുഭവിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് കാണും. വല്ലാത്ത സങ്കടകരമായ കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം നഗ്നമായി പരിശോധിക്കുന്ന ഒരു സന്ദർഭം ഞങ്ങൾ ഒരിക്കൽ കണ്ടു. എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട സഹോദരനെ അങ്ങനെ നിർത്തിയിട്ട് തോക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. പലപ്പോഴും ബൈത്തുൽ മുഖദ്ദസിലേക്ക് നമ്മൾ ഇവിടെ കേൾക്കുന്നത് പോലെ ബൈത്തുൽ മുഖദ്ദസ് മുഴുവൻ അവരുടെ ആരാധനാകർമ്മങ്ങളും മറ്റുമല്ല. ബൈത്തുൽ മുഖദ്ദസിൽ ശരിക്കും മുസ്ലിമീങ്ങളുടെ ആരാധനാകർമ്മങ്ങളാണ് നടക്കുന്നത്. നമസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും. പക്ഷെ അധികാരം ഇസ്രായേലിനായിരുന്നു.
ഏത് സമയത്ത് എന്തും ചെയ്യാം. പള്ളി കമ്മിറ്റി പള്ളിയിലെ ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നു, പക്ഷേ രാജ്യത്തെ നിയമം എപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങൾ പിടിച്ചു വിഴുങ്ങാൻ പറ്റുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് പോലെയാണുള്ളത്. എല്ലാ സ്ഥലങ്ങളും മാത്രമല്ല, കുഞ്ചിസ്ഥാനങ്ങൾ മുഴുവനും അവർ കൈയടക്കി വെച്ചിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സങ്കടം തോന്നി. ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേലിലെ ബോർഡറിലെത്തി. അൽ നബി എന്ന് പറയുന്ന ഇസ്രായേൽ ബോർഡറിൽ, അവിടെയാണ് ചെക്ക് പോയിന്റ് ഉള്ളത്. അവിടെ നിന്ന് ഒരു നീണ്ട 5.5 മണിക്കൂർ ആ ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം 4:30 അരീഹ പട്ടണത്തിലെത്തുന്നു. അരീഹ പട്ടണം, ഇതൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ വായിച്ചു വരുന്നതാ. അരീഹയിലെത്തുന്നു മൂസ നബി അലൈഹി ഇസ്ലാമും കൂട്ടരും. അരീഹയിലെത്തുന്നു. എന്നിട്ട് ആ അരീഹയിൽ നിന്ന് മൂസ നബിയും കൂട്ടരും ആ മരുഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒക്കെ കേൾക്കുന്ന ഈ അരീഹ പട്ടണം ഇപ്പോഴും അരീഹ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നത്. ജരീക്ക എന്നും അതിനെ പേര് വിളിക്കുന്നുണ്ട്. ജരീക്ക എന്ന് ലോപിച്ചുകൊണ്ട് അങ്ങനെയും പേര് വിളിക്കുന്നുണ്ട്. അവിടെ എത്തി. അവിടെ നിന്ന് 5:45 അവിടെ നിന്നും പുറപ്പെട്ടു. കസീബുൽ അഹ്മറിലെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ മക്ബറയിലെത്തി. കണ്ടങ്ങൾ മൂസ നബിന്റെ മക്ബറ. നബി തങ്ങൾ പറഞ്ഞു, കസീബുൽ അഹ്മറിലാണ് മൂസ നബിയുടെ മക്ബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഉം മിഅ്റാജും വന്നത് ഇങ്ങോട്ടാണല്ലോ, ഇസ്രായേലിലേക്കാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലസ്തീനിലേക്കാണല്ലോ, ബൈത്തുൽ മുഖദ്ദസിലേക്കാണല്ലോ ഇസ്രാഉം മിഅ്റാജും വന്നത്. അപ്പൊ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന വഴിയിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറിന്റെ അടുത്ത് ഇറങ്ങി മക്ബറയിൽ സിയാറത്ത് ചെയ്തു. അപ്പോഴാണ് നബി പറഞ്ഞത്, റഅയ്തു മൂസ യുസല്ലി ഫിൽ ഖബർ. മൂസ നബി അലൈഹി ഇസ്ലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഷഫീഉനാ റസൂലുള്ളാഹി. മൂസ നബിന്റെ ഖബർ വലിയ ഖബർ, നീണ്ട ഖബറാണ് മൂസ നബി അലൈഹി ഇസ്ലാം. വല്ലാത്ത ഒരു സംഗതിയാണ്. അവിടെ അങ്ങോട്ട് എത്തുമ്പോ നമുക്ക് എന്ന് പറഞ്ഞാൽ മൂസ നബി ആരാണ്? ഖുർആൻ ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞ പ്രവാചകൻ. നമ്മളെ സമാധാനിപ്പിക്കാൻ ഇത്ര നല്ല ഒരു വിഷയം വേറെ ഇല്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല അങ്ങനെ തന്നെ പറഞ്ഞത്. എന്നിട്ട് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ കസീബുൽ അഹ്മറിൽ, അന്ന് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കസീബുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവന്ന കുന്ന് എന്ന് പറയാം. ഈ ഒരുപാട് മണ്ണിന്റെ കൂനകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഏരിയയാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നത്. ഇപ്പോഴും കാണാൻ പറ്റും. അതിന്റെ അടുത്ത് കസീബുൽ അഹ്മറിന്റെ ചാരത്ത് മൂസ നബിയുടെ ഖബറിലെ അറൈതുക്കും, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അവിടെയാണ് കസീബുൽ അഹ്മറിന്റെ ആ ഭാഗത്താണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറയുള്ളത്. ദുഹ്റും അസ്റും ഒക്കെ അവിടെ നിന്ന് നിസ്കരിച്ചു. അവിടെ നിന്ന് സിയാറത്തൊക്കെ ചെയ്ത് ഇറങ്ങി. അതിന്റെ ശേഷം ബൈത്തുൽ മുഖദ്ദസിലേക്ക് 7:45 വൈകുന്നേരം 7:45 ബൈത്തുൽ മുഖദ്ദസിലെത്തി. മുസ്ലിമീങ്ങളുടെ 3ാമത്തെ പള്ളി. ആ ബൈത്തുൽ മുഖദ്ദസിലെത്തി വുളു ചെയ്ത് ബാബുൽ അസ്ബാത്ത്, ഇത് വിവിധ ഡോറുകൾ ബൈത്തുൽ മുഖദ്ദസിനുണ്ട്. ഏതുപോലെ നമ്മളെ കഅബത്ത് കിടക്കുമ്പോൾ ഓരോ ഡോറിനും ഓരോ പേരാണ്. എന്നതുപോലെ ബാബുൽ അസ്ബാത്തിലൂടെ പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിച്ചു. പിന്നെ വരുന്ന വഴിയിൽ, അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഖുബ്ബത്തുൽ ഖദ്റ, ഖുബ്ബത്തുൽ സഖറ, ഖുബ്ബത്തുൽ ഖദ്റ അല്ല, ഖുബ്ബത്തുൽ ഖദ്റ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബ്ബ. ഖുബ്ബത്തുൽ സഖറ എന്ന് പറഞ്ഞാൽ പാറക്കെട്ടിന്റെ മുകളിൽ ഉയർത്തിയ, പാറക്കെട്ടുകളുടെ മുകളിൽ ഉയർത്തിയ കുബ്ബ. അവിടെ നിന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി മിഅ്റാജ്. ഇസ്രാ അവിടേക്ക് എത്തി ബൈത്തുൽ മുഖദ്ദസ് വരെ ആയിരുന്നു. പിന്നെ ആകാശത്തേക്ക് കയറുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തുള്ള ഈ പാറപ്പുറത്ത് നിന്ന്. ആ പാറപ്പുറം ഇന്ന് വലിയ ഒരു കുബ്ബയാണ്, ഖുബ്ബത്തുസ് സഖറ. അവിടെ വെച്ചിട്ടാണ് യാന്ത്രിക കോണി ഇറങ്ങി വരുന്നത്. അതിൽ കയറി നിന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീലും ആകാശത്തേക്ക് കയറിപ്പോയത്. അതൊക്കെ ഇന്നും ആ ചരിത്രങ്ങളൊക്കെ അവിടെ സ്മരിക്കപ്പെടുന്നു. അവിടുത്തെ ഗൈഡ് റാമി എന്ന് പറയുന്ന ഒരു ഗൈഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ്, നല്ല വിവരവും. എപ്പോഴും അദ്ദേഹത്തെ തന്നെ കിട്ടൂല, കാരണം ഗവൺമെന്റ് ഗൈഡുകൾ അവർ ഗവൺമെന്റ് ശമ്പളത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ പോരോളും നമ്മുടെ കൂടെ ഉണ്ടാവും. അയാള് നല്ല വിവരണമാണ്, കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരും. അറബിയിലാണ് പറഞ്ഞു തരിക. അത് നമ്മൾ പരിഭാഷപ്പെടുത്തി കൊടുക്കും കൂടെയുള്ളവർക്ക്. അങ്ങനെ ഞങ്ങള് പള്ളിയിൽ കയറി നിസ്കരിച്ചു.
പിന്നീട് അവിടെ നിന്നും ബത്ലഹാമിലെ റൂമിലെത്തി. ബത്ലഹാം എന്ന് പറഞ്ഞാൽ ബൈത്തുല്ലഹ്മ എന്ന് പറഞ്ഞാൽ ഈസ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം, അതാ ബത്ലഹാം. ബത്ലഹാമിൽ യേശു ജനിച്ചു. നമ്മൾ പലപ്പോഴും കേട്ടുവരുന്നത്, ക്രിസ്ത്യാനികൾ എപ്പോഴും പറയുന്നത്, ഈ ബത്ലഹാമിലാണ് ഈസ നബി അലൈഹിസ്സലാം ജനിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് പിന്നീട് റൂമിൽ വിശ്രമിച്ചു. പിറ്റേന്ന് ഭക്ഷണം കഴിഞ്ഞ് കാലത്ത് 8:30 ഒരു 9:30 ആയപ്പോഴേക്ക് 8:30 പുറപ്പെട്ടു. 9:30 മദീന ഖലീൽ എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട്. ഇബ്രാഹിം നബിയുടെ പേരിലാണ് ആ സിറ്റി അറിയപ്പെടുന്നത്. ഇബ്രാഹിം നബിയുടെ പേരിൽ ആ സിറ്റി ഇന്നും അറിയപ്പെടും. മദീന ഖലീൽ എന്നാണ് അതിന്റെ പേര്. ഖലീലുല്ലാഹി ഇബ്രാഹിം, ഖലീൽ സിറ്റി എന്നാണ് ഇപ്പോഴും അത് അറിയപ്പെടുന്നത്. മദീന ഖലീൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്മരണാർത്ഥം. ആദ്യം സാറ ബീവിയുടെ ഖബറിൽ ചെന്ന് സലാം പറയും. സാറ ബീവി എന്നാൽ ഇബ്രാഹിം നബിന്റെ ഭാര്യ. സാറ ബീവിയുടെ അടുത്തെത്തും. എന്നിട്ട് പള്ളിയിലേക്കാണ് കടന്ന, പള്ളിന്റെ ഉള്ളിലാണ്. അതൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. ശരിക്കും ഇങ്ങനെ ഒരു യാത്ര ഇവിടുത്തെ മുബ്തദീങ്ങൾ നടത്തുകയാണെങ്കിൽ എപ്പോഴോ നന്നാവും. കാരണം ഇത് ഫുള്ള് പള്ളിന്റെ ഉള്ളിലാണ് മക്ബറ. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മക്ബറ ഉള്ളത് മിമ്പറിന്റെ ചാരത്താണ്. പള്ളിയിലെ മിമ്പറിന്റെ തൊട്ടു ചാരത്താണ് ഇസ്ഹാഖ് നബിയുടെ മക്ബറ ഉള്ളത്. അവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു മിമ്പറുണ്ട്. ഒരാണി പോലും ഉപയോഗിക്കാതെ ഒക്കെ ഏതിലേക്കാണ് പരസ്പരം മരത്തിന്റെ കട്ടകൾ പരസ്പരം കൊളുത്തി വെച്ചിട്ടുണ്ടാക്കിയതാ നമ്മുടെ ഈ ഇന്റർലോക്ക് സിസ്റ്റത്തിൽ. അങ്ങനെ ഘടിപ്പിച്ചുണ്ടാക്കി. എന്തൊരു സൗന്ദര്യം അത് കാണാൻ. സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ആണ് അത് നിർമ്മിച്ചത്. 800 കൊല്ലത്തെ പഴക്കം. അങ്ങനെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഇസ്ഹാഖ് നബി ഇവിടെ കിടക്കുന്നു. മിമ്പറിന്റെ നേരെ ഇപ്പുറത്ത് ഇസ്ഹാഖ് നബിയുടെ വലതുഭാഗത്ത് തന്റെ ബീവി റിഫ്ഖ റളിയല്ലാഹു അൻഹ കിടക്കുന്നു. അത് കഴിഞ്ഞതിന്റെ ശേഷം സാറാ ബീവി കഴിഞ്ഞു, ഇസ്ഹാഖ് നബി കഴിഞ്ഞു, ഇസ്ഹാഖ് നബിയുടെ ഭാര്യ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മെഹ്റാബിന്റെ ഈ ഭാഗത്ത് വലിയ ഒരു മക്ബറയുണ്ട്. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മക്ബറ. ഇവിടെയൊക്കെ സലാം പറഞ്ഞു, ഫാത്തിഹ ഓതി, ഇബ്രാഹിം നബിയുടെ അടുത്ത് വെച്ച് യാസീൻ ഓതി, നന്നായി ദുആ ചെയ്തു. ഞാൻ സന്തോഷം കൊണ്ട് പറയാം, ആ പ്രാർത്ഥനകളിലൊക്കെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിന് വേണ്ടി അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. കാരണം ഒരു നിറഞ്ഞ മനസ്സായിരുന്നു. എങ്കിൽ ആ ചുമരിന്റെ അപ്പുറത്താണ് യാക്കൂബ് നബി അലൈഹി സ്വലാമും യൂസുഫ് നബി അലൈഹി സ്വലാമും ഉള്ളത്. അങ്ങോട്ട് കടക്കാൻ അനുവാദമില്ല. അത് ഇസ്രായേലിന്റെ അധീനത്തിലാണ്. ഇതൊക്കെ ഭരണം ഇവരുടെ അധീനത്തിൽ തന്നെയാണ്. എന്നാലും നമുക്ക് ഇങ്ങനെ നമ്മളെ അമലുകളൊക്കെ ചെയ്യാൻ അവർ അനുവാദം തരുന്നുണ്ട്. അവിടേക്ക് കയറാൻ തന്നെ പറ്റില്ല. കാരണം യാക്കൂബ് നബി പോലെ സ്വന്തം ആളാണല്ലോ അല്ലെ. ബനു ഇസ്രായേലിന്റെ മക്കൾ എന്നല്ലേ ഇസ്രായേല്യർ, ജൂതന്മാർ ഇസ്രായേലിന്റെ മക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേൽ എന്നാൽ യാക്കൂബ് നബിയുടെ പേരാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് ഇസ്രായേൽ. അപ്പൊ ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൊട്ടുള്ളത് ഇപ്പോഴത്തെ തടഞ്ഞിരിക്കുകയാണ്. മുമ്പ് അതൊക്കെ ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞ 10 കൊല്ലം മുമ്പാണെങ്കിൽ ഒരുപാട് സംഗതികൾ കിട്ടുമായിരുന്നു. ഏതായാലും അവിടേക്ക് കയറാൻ, അവിടേക്ക് ഇറങ്ങി വരുമ്പോ തോക്കും പിടിച്ച് പട്ടാളക്കാരൻ ഇങ്ങനെ നിൽക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് പോയത് ഹൽ ഹൗൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഹൽ ഹൗലില് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുണ്ട്. അവിടെ യൂനുസ് നബിയുടെ മഖാം. അതായത് യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യം കടലിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നു. എന്നിട്ട് 1 കൊല്ലം അവിടെ താമസിച്ചു എന്നാണ്. അങ്ങനെയാണ് ഹല്ല ഹൗൽ എന്നുള്ളത് ലോപിച്ചിട്ടാണ് അത്ര ഹൽ ഹൗൽ എന്നായത്. ഇതൊക്കെ ഈ ഗൈഡ് റാമി പറഞ്ഞു തന്ന വിഷയങ്ങളാണ്. അദ്ദേഹം ചരിത്രം, അദ്ദേഹത്തിന് അതിനൊക്കെ പ്രമാണമുണ്ട് കയ്യിൽ. ഹൽ ഹൗൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഏതാവട്ടെ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കാമിൽ വെച്ച് യൂനുസ് നബിയുടെ ഖബർ അവിടെയാണെന്ന് ഉറപ്പില്ല. മക്കാമാണ്. മക്കാം എന്ന് പറഞ്ഞാല് സ്മരണാർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഈ സമുദ്രത്തിൽ പോയി കപ്പൽ യാത്ര ചെയ്തു. സമുദ്രത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാം സമുദ്രത്തിലേക്ക് ഇറങ്ങുന്നു. അരങ്ങൊക്കെ നമുക്കറിയാലോ. കപ്പല് ഓവർലോഡായപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാം ഇറങ്ങുന്നു, മത്സ്യം പിടിച്ച് വിഴുങ്ങുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലിയപ്പോൾ മത്സ്യം കൊണ്ടുവന്ന് ഒഴിഞ്ഞിട്ട രംഗം.
ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ആ സംഭവത്തിൽ അവിടെ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ കുറെ വട്ടം എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ ചൊല്ലി എല്ലാം കഴിഞ്ഞ് ദുആഉം കഴിഞ്ഞു. ശേഷം ബൈത്തുൽ ലഹ്മിലേക്ക് തിരിച്ചു. ബൈത്തുൽ ലഹ്ം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മസ്ഥലം. ബൈത്തുൽ ലഹ്മിൽ പോയി അവിടെ കനീസത്തുൽ മഹ്ദ് കണ്ടു. കനീസത്തുൽ മഹ്ദ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം തൊട്ടിലുള്ള ചർച്ച് എന്നാണ്. തൊട്ടിൽ ചർച്ച് എന്നാണ് നേരെ അർത്ഥം. കനീസത്തുൽ മഹ്ദ് ആ കനീസയുടെ ഉള്ളിലാണ്. ആ ചർച്ച് ഇപ്പൊ അവിടെ ചർച്ചാണ്, ക്രിസ്ത്യാനികളുടെ വലിയ ചർച്ച. ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് പോയി. ആ ചർച്ചിലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനെ മറിയം ബീവി പ്രസവിച്ച സ്ഥലം. അതാ കൃത്യമായിട്ട് ആ സ്ഥലം വേറിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറിയം ബീവി ഈസാ നബിയെ പ്രസവിച്ച സ്ഥലം ഏകദേശം ഇവിടെയാണെങ്കിൽ കുട്ടിയെ എടുത്തു കിടത്തിയ തൊട്ടിൽ ഇപ്പുറത്ത്, അതൊരു പാറ, തൊട്ടിലിന്റെ ആകൃതിയിലുള്ള ഒരു പാറയുണ്ട്, അങ്ങോട്ടാണ് അത്ര കുട്ടിയെ എടുത്തു കിടത്തിയിട്ടുള്ളത്. അതൊക്കെ ഇപ്പോഴും ചരിത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ഫാത്തിഹ ഓതാനോ ദ്വാരക്കാനോ ഒന്നും പറ്റൂല. കാരണം ഫുള്ള് ഇവരുടെ അധീനത്തിലാണ്, ക്രിസ്ത്യാനികൾ അധീനത്തിലാവുള്ളത്. കനീസയാണ്, ചർച്ചാണ്. നമുക്ക് ചരിത്രമൊക്കെ കാണാം, അങ്ങനെ ചരിത്രമൊക്കെ പറയാം, അതതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അതല്ലാതെ ദുആ ചെയ്യാനും മറ്റൊന്നും നടക്കൂല. ഏതായാലും ആ പുണ്യ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സന്ദർശിച്ച് പിന്നീട് അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പം സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്താണല്ലോ ഈ ഫത്ഹുകളൊക്കെ സാധിപ്പിച്ചെടുത്തത്. ഈ മോചനങ്ങളൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഉണ്ടായത്. ഇസ്ലാമിന് കീഴിൽ ഈ രാജ്യങ്ങളൊക്കെ മോചിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ കനീസത്തുൽ മഹ്ദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിന്റെ പേര് മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് പള്ളി ഇപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു പള്ളി ഇപ്പോഴും, അത് വളരെ പഴക്കമുള്ള പള്ളിയാണ്, തുറന്ന് പ്രവർത്തിക്കുന്നില്ല, അടഞ്ഞു കിടക്കുകയാണ്. ആ പള്ളി അവിടെ കാണാൻ പറ്റും. എന്നിട്ട് ശേഷം ഭക്ഷണം കഴിച്ചു. പിന്നീട് ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ മഖ്ബറയിൽ പോയി. അതൊക്കെ ക്രിസ്ത്യാനികളുടെ കയ്യിലാട്ടോ. അവിടെ ഒന്നും ആരാധനകളൊന്നും പറ്റില്ല. മറിയം ബീവിയുടെ അടുത്ത് ചെന്നു, മറിയം ബീവിയുടെ മഖ്ബറ കാണാം. ആ മറിയം ബീവിയുടെ മഖ്ബറയിൽ ചെന്ന് നമുക്ക് സലാം പറഞ്ഞിങ്ങനെ പോരാ. അങ്ങനെ മറിയം ബീവിയുടെ മഖ്ബറ ഉള്ളിലാണുള്ളത്. ഉള്ളിലുള്ള ഒരു റൂമിൽ, അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തു കൂടെ അങ്ങനെ ചാടിയിട്ട് ഇപ്പുറത്ത് വന്നാൽ മറിയം ബീവിയുടെ വാപ്പ ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഇപ്പുറത്ത് വാപ്പാന്റെ തൊട്ടിപ്പുറത്ത് ബീവി ഹന്ന റളിയല്ലാഹു അൻഹ മറിയം ബീവിന്റെ ഉമ്മന്റെ ഖബർ, ഇതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ സന്ദർശിച്ച് ആ ഖബറുകൾ സന്ദർശിച്ച് ശേഷം പിന്നീട് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഖബർ, ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴേ ഒരു 3000-4000 കൊല്ലത്തെ പഴക്കം വേണം ഇവിടെയൊക്കെ ചിന്തിക്കാൻ. ഈ ചരിത്രങ്ങളൊക്കെ സംരക്ഷിച്ചു പോരുന്നു എന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, നേരിട്ട് കണ്ടുകൊണ്ട് കാണുമ്പോൾ ഇതിന് ഇത്രയും പഴക്കം നമുക്ക് ശരിക്കും തോന്നും ചെയ്യും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചെന്നപ്പോ ജൂതന്മാരുടെ മിസ്മാർ അവിടെ ശരിക്കും കാണാം. മിസ്മാർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആടിയിട്ട് അങ്ങനെ ആടിയിട്ടുള്ള ഈ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി തന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, നല്ല രാഗത്തിൽ വായിക്കുമായിരുന്നു, കിതാബ് വായിക്കുമായിരുന്നു. എന്നിട്ട് പക്ഷികളും ഇവരൊക്കെ വന്നിട്ട് അതിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇന്ന് അവരുടെ ഒരു രൂപം നമുക്കവിടെ കാണാൻ കഴിയും. ഇങ്ങനെ ആടിയിട്ട് എന്ന് പറഞ്ഞാൽ നിലക്കുന്ന പ്രശ്നമല്ല, നേരം വെളുത്ത് വൈകുന്നേരം വരെ ആട്ടാടും, ആടിയിട്ട് ഇങ്ങനെ വായിക്കുന്നത് പോലെ തന്നെ ചുമരിന്റെ അടുത്താണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മള് സാധാരണ ഈ ഷാദുലി റാത്തീബിലൊക്കെ ഉള്ളതുപോലെ അനങ്ങാത്ത ഒരു അടങ്ങി നിൽക്കാത്ത ഒരു പ്രകൃതി ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. അങ്ങനെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗം ഇത് അതിന്റെ ഉള്ളിൽ നിറയെ കാണാൻ കഴിയും. ഏതായാലും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തെത്തി. ഒരുപാട് താടിക്കാരുണ്ട് അവിടെ. അവരവരുടെ ആരാധനകൾ ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ പതുക്കെ ഒന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്തു. തടസ്സമൊന്നും പറഞ്ഞില്ല. അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ചു. എല്ലാം കഴിഞ്ഞ് പിന്നെ മഖ്ബലുൽ ജിദാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി ഇസ്രാഇന്റെ രാത്രിയിൽ വന്നപ്പം ബുറാക്കിനെ കെട്ടിയിട്ടിരുന്ന ആ ചുമരാണ്, ആ ഗേറ്റിന്റെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ എത്തി പള്ളി കോമ്പൗണ്ടിലേക്ക് കടന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു. ബൈത്തുൽ മുഖദ്ദസിലെത്തി എന്നിട്ട് പഴയ പള്ളി, ബൈത്തുൽ മുഖദ്ദസിന്റെ പഴയ പള്ളി, നമ്മള് തലേന്ന് നിസ്കരിച്ചിരുന്നത് മുകളിലെ തട്ടിൽ നിന്നായിരുന്നു. പഴയ പള്ളി താഴെ പഴയ ഏറ്റവും പഴക്കമുള്ള പള്ളി, അതിപ്പോഴും ചെറുതാണ്, അതിന് മാത്രമൊന്നുമില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ പഴയ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ 2 ഹാളും കൂടെ കൂടി അത്രേ ഉണ്ടാവും, അത്രേ വലിപ്പം. ഈ 2 ഹാളും കൂടെ കൂടുന്ന അത്രേ പഴയ പള്ളി വലിപ്പം, മറ്റേത് വലിപ്പമുണ്ട്.
അപ്പൊ ആ പള്ളിയിലേക്ക് കടക്കാൻ വിടൂല, ചിലപ്പോൾ മാത്രം തുറക്കും. ഞങ്ങൾ ചെന്നപ്പോ തുറന്നിട്ടുണ്ട്, കയറട്ടെ എന്ന് ചോദിച്ചപ്പോ ജസ്റ്റ് കണ്ടുവരാൻ അങ്ങനെ പോയി. തഹിയ്യത്ത് നിസ്കരിച്ചു. ഫർള് നിസ്കരിക്കാൻ അവർ നിർബന്ധിച്ചതനുസരിച്ച് മുകളിലേക്ക് തന്നെ വന്നു. അവിടെ വെച്ച് നിസ്കരിച്ചു. പിന്നെ വന്നു നോക്കുമ്പോ മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഇന്ത്യക്കാരനായ അദ്ദേഹത്തിന്റെ ഖബറുള്ളത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ചരിത്രം പഠിച്ചവർക്കറിയാം, അങ്ങോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പറഞ്ഞതാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്റെ ഖബർ, എന്റെ മയ്യിത്ത് അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചതാണ്. അതിനനുസരിച്ചാണ് അവിടെ കൊണ്ടുപോയി ഖബറടക്കിയത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ അൽ ഹിന്ദി എന്ന് അങ്ങനെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. അൽ ഹിന്ദി എന്ന് വലിയ അക്ഷരത്തിലാണ്. ഇന്ത്യക്കാരൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ. അതുപോലെ തന്നെ ഖാദിമുൽ കഅബ, വേറൊരു കഅബ്, ഹായിത്തുൽ ബുറാഖ്, ബുറാഖിനെ കെട്ടിയിരുന്ന ചുമരിന്റെയും മസൂൽ അക്സയുടെ ഒക്കെ ഹാരിസ്, അതിന്റെ പാറാവുകാരൻ, അങ്ങനെ 3 ആളുകളുടെ ഖബർ ഒറ്റക്കെട്ടിന്റെ ഉള്ളിലുണ്ട് ഒരു റൂമിൽ. ഒക്കെ കെട്ടിപ്പൊക്കിയ ഖബറുകളാണ്, ഓരോന്നും റൂമിന്റെ ഉള്ളിൽ കെട്ടിപ്പൊക്കിയ ഖബറുകളാണ്. അത് സിയാറത്ത് ചെയ്തു. അതിന്റെ ശേഷം മസ്ജിദുൽ അഖ്സയുടെ മുകളിൽ പോയി നിസ്കരിച്ചു. ദുഹ്റും അസ്റും ഒക്കെ നിസ്കരിച്ചു. പിന്നീട് മറിയം ബീവി ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സൂറത്തുൽ ദുഹാ മുതൽ സൂറത്തുൽ നാസ് വരെ പള്ളിയിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഓരോരുത്തരോട് ഓതാൻ പറഞ്ഞു. സ്വന്തമായിട്ട് അവനവന്റെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കണ്ട് കൂട്ടപ്രാർത്ഥന കുറെ നടത്തിയതിന്റെ ശേഷം സ്വന്തം ആവശ്യങ്ങൾ പടച്ചോന്റെ അടുത്തേക്കൊന്ന് മലർത്തി വെച്ച് പൊട്ടിക്കരയണമെന്ന് പറഞ്ഞു. പള്ളിയുടെ പല മൂലകളിൽ പലരും തേങ്ങി തേങ്ങി കരഞ്ഞു. നല്ല ഒരു അനുഭവമായിരുന്നു. ഒറ്റക്കിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞു. കാരണം 3ാമത്തെ പള്ളിയല്ലേ. മക്കത്തെ പള്ളി കഴിഞ്ഞാൽ പിന്നെ മദീനത്തെ പള്ളിയാ. അത് കഴിഞ്ഞാൽ പിന്നെ ബൈത്തുൽ മുഖദ്ദസാണ്, ആരാധനക്ക് ഏറ്റവും പുണ്യമുള്ള സ്ഥലം. അവിടെ സുജൂദ് ചെയ്ത് അവിടെ നിന്ന് ഖുർആൻ ഓതി പൊട്ടിക്കരയുന്നു മുഅ്മിനീങ്ങള്. അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ് ആ പള്ളിയുടെ വലതുഭാഗത്താണ് മെഹ്റാബ് മറിയം ബീവി. ബൈത്തുൽ മുഖദ്ദസിലെ മെഹ്റാബിലാണല്ലോ വളർന്നത്. സക്കരിയ നബി അലൈഹിസ്സലാമാണ് പോറ്റിയത്. സക്കരിയ നബി അലൈഹിസ്സലാം ആ മെഹ്റാബിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ഭക്ഷണമായിട്ട് വരുമ്പോ മറിയം ബീവിക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും. എവിടെന്നാ മറിയം എന്ന് ചോദിക്കുമ്പോ മിൻ ഇൻദില്ലാ, പടച്ചോൻ തന്ന ഭക്ഷണമാണ് എന്ന് പറയും. അള്ളാഹു ഇറക്കി തന്ന ഭക്ഷണമാണ്. അതൊക്കെ നമ്മൾ ഖുർആനിൽ ഓതിയ ആ മെഹ്റാബ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാമുറി. ബഹുമാനപ്പെട്ട മറിയം ബീവി ആരാധിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ചാരത്ത് മറിയം ബീവി കൂടിയിരുന്ന റൂം ഇപ്പോഴും അവിടെ ഉണ്ട്. ആ റൂമിന്റെ മുമ്പിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് എല്ലാവർക്കും ഹദ്ദാദിന്റെ ഇജാസത്ത് അവിടെ നിന്ന് നൽകി. ഹദ്ദാദ് സ്ഥിരമായി പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷത്തോടുകൂടെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരാർ പത്രം പതിച്ച ഒരു പള്ളിയുണ്ട്, മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് വേറെയുണ്ട്. അത് സന്ദർശിച്ചു. അവിടെ നിന്ന് തിരിച്ചു റൂമിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് ജൂതന്മാരായിട്ടും ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളായിട്ടും ഒക്കെ ജീവിക്കാം, ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കൂല, ഇത് ഉമർ ഉണ്ടാക്കുന്ന ഉടമ്പടിയാണ് എന്ന് പറഞ്ഞിട്ട് അറബിയിൽ ഉമർ റളിയല്ലാഹുവിന്റെ അന്നത്തെ കത്ത് ഇപ്പോഴും അവിടെ ചുമരില് പതിച്ചു വെച്ചിട്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കത്ത് എന്ന് പറഞ്ഞാൽ ആ കത്തിന്റെ വരികൾ ചുമരിലൊരു ശിലാഫലകത്തിൽ ഇന്നും അതവിടെ കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ഉമർ റളിയല്ലാഹുവിന് അവർക്ക് നൽകിയ ഉറപ്പാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും റൂമിലേക്ക് തന്നെ തിരിച്ചു. വിശ്രമം, ഭക്ഷണം, നിസ്കാരം, ഹദ്ദാദ് എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ജബലു സൈത്തൂനിലേക്ക് പുറപ്പെട്ടു. പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ജബലു സൈത്തൂനിലേക്ക് പുറപ്പെട്ടു. 8:40 അവിടെ എത്തി. അതൊരു ഒരു വലിയ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. ആ മലയുടെ മുകളിൽ ചെന്ന ഖുദ്സിന്റെ മൊത്തം രംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ വയനാട്ടിൽ പോകുമ്പോ ചുരത്തിൽ പോയി താഴോട്ട് നോക്കുന്നത് പോലെ മലയുടെ മുകളിൽ ചെന്നിട്ട് ഖുദ്സിന്റെ മൊത്തം ഭംഗി മുകളിൽ പോയിട്ടൊന്ന് ആസ്വദിക്കാം. ഈ ഖുദ്സ് ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ സന്ദർശിച്ചു പോകുന്ന ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കാണുമ്പോൾ അതിന് വല്ലാത്തൊരു ഭംഗിയാണ്. കെട്ടിടങ്ങള് എല്ലാം ഖുബ്ബത്തു സഖ്റ ഒക്കെ എടുത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നത് ശരിക്കും അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് ഫോട്ടോ പകർത്തുമ്പോഴാണ് ഏറ്റവും നന്നായി കിട്ടുക. അങ്ങനെ അതിന്റെ മുകളിൽ പോയി അവിടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. ആ ജബലു സൈത്തൂനിന്റെ മുകളിലാണ് ബഹുമാനപ്പെട്ട ബീവി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയുണ്ട്. റാബിയത്തുൽ അദവിയയ്ക്ക് എത്ര വട്ടം നമ്മൾ പറഞ്ഞതാണ്, കേട്ടതാണ്. ആ റാബിയത്തുൽ അദവിയയെ സിയാറത്ത് ചെയ്തു. എന്നിട്ട് ത്വാബ എന്ന മിസ്ർ ബോർഡറിലേക്ക് പുറപ്പെട്ടു. ഈ ഇസ്രായേലിലേക്ക് എന്ന് പറയുമ്പോൾ പലസ്തീനും ഇസ്രായേലും ഈ പറഞ്ഞ യാത്രയിൽ പെട്ടു. കാരണം അത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. പിന്നെ ഇസ്രായേൽ പിന്നെ പുതുതായിട്ട് ഉണ്ടാക്കുകയും മതിൽ വെക്കുകയും ചെയ്തല്ലേ, വലിയ മതിലാണ്. ഈ മതിൽ ഇവർക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ഇങ്ങോട്ട് കടത്തിയിട്ട് വെച്ചാൽ തന്നെ
ഞങ്ങൾ കുറച്ചും കൂടെ പിടിച്ചിരിക്കുന്നു പറഞ്ഞാൽ കേൾക്കുക, വേറെ മുസ്ലിമീങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ആ രൂപത്തിലാണ് ഇവരുടെ അക്രമം. സുബ്ഹാനല്ലാഹ്. ഏതാവട്ടെ, അതൊക്കെ കഴിഞ്ഞു. പിന്നെ മിസ്രിലേക്ക് പുറപ്പെട്ടു. താബ എന്ന് പറയുന്നത് മിസ്രിന്റെയും ഇസ്രായേലിന്റെയും ബോർഡർ. അങ്ങനെ പലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും ബോർഡറിലെത്തി. അവിടെ വെച്ചിട്ട് ബോർഡറിലേക്ക് വരുന്ന വഴി ഈ ബഹ്റുൽ മയ്യിത്ത് നമ്മൾ തലേന്ന് കണ്ടു എന്ന് പറഞ്ഞ ചാവുകടൽ, ഡെഡ് സീ, ഈ ഡെഡ് സീ മറിച്ചിടുന്ന സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ആ ഭാര്യയെ നശിപ്പിച്ചു കളഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്. ഭാര്യ തിരിഞ്ഞു നോക്കും, അവള് നശിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതാ. ഭാര്യ തിരിഞ്ഞു നോക്കരുതെന്നായിരുന്നു അള്ളാന്റെ കൽപ്പന. എന്തൊക്കെ ഒച്ചപ്പാട് ബാക്കെന്ന് കേട്ടാലും അവരെ നശിപ്പിക്കുന്ന ഒച്ചപ്പാട് കേട്ടാ തിരിഞ്ഞു നോക്കരുത്. ഭാര്യ തിരിഞ്ഞു നോക്കിയ ഭാര്യ അവള് നശിച്ചു. ചരിത്രത്തിൽ പറയുന്നത് അവൾ ഉപ്പുകല്ലായി മാറിപ്പോയി എന്നാണ്, പരിണമിച്ചു പോയി. അങ്ങനെ ഒരു പെണ്ണിന്റെ പ്രതിമ ഉപ്പുകല്ലായിട്ട് അവിടെ കാണിക്കപ്പെടുന്നുണ്ട്. അത് സൗജത്തുൽ ലൂത്താണ് എന്ന് പറയപ്പെടുന്നു. ആധികാരികമായിട്ട് അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം. കാണാൻ കഴിയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോ. അങ്ങനെ ഒരു പെണ്ണിന്റെ പ്രതിമ പോലെ ഒരു ഉപ്പുകല്ല് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. സൗജത്തുൽ ലൂത്ത് എന്ന് അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. അല്ലാഹു അഅലം. കാരണം ചരിത്രത്തിൽ ഇപ്പോ ഇനി വന്നതിന്റെ ശേഷം ഞാനത് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അത് ഗൈഡ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും അത് അവിടെ കണ്ടു. 2:30 അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് 2:30 മരുഭൂമിയുടെ നടുക്ക് വെച്ച്, ഞാൻ പറയുന്നത് യാത്ര ഇങ്ങനെ വിവരിക്കുന്ന സമയത്ത് എല്ലാ ഓർമ്മകളും വേണമല്ലോ. മരുഭൂമിന്റെ നടുക്ക് വെച്ച് വണ്ടി കേടുവന്നു. അതൊരു വല്ലാത്ത രംഗായിരുന്നു. അപ്പൊ പിന്നെ ഓർമ്മ വരാത്ത ദിക്റില്ല, ചെല്ലാത്ത ദുആഇല്ല. എല്ലാവരും കൂറ്റമ്പാറ ഉസ്താദ് ഉണ്ടല്ലോ. അദ്ദേഹം ആകെ അതുവരെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചെങ്കിലും പിന്നെ ആകെ ബേജാറാക്കി. കാരണം എന്താണ് ആ അവസ്ഥ മരുഭൂമിന്റെ നടുക്ക്? കാരണം വണ്ടി കേട് വന്നു കഴിഞ്ഞാൽ AC അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നിലക്കും അതിന്റെ ഉള്ളിൽ നിൽക്കില്ല. പുറത്തിറങ്ങിയാലോ ഒരു നിലക്കും നിൽക്കാനും പറ്റില്ല. പൊള്ളുന്ന ചൂട്, ഉറപ്പാ മരിച്ചടുപ്പോ. ആ രൂപത്തിലാണ് നമ്മൾ. ആ വെയിൽ കൊണ്ടാ തന്നെ മരിച്ചു. പിന്നെ എവിടുന്ന് ആര് വരുന്നു കരുതിയിട്ടായി മരുഭൂമിന്റെ നടുക്ക് നിൽക്കുന്നത്? അങ്ങനെ ദുആഉൽ ഖർബ് ചൊല്ലി പ്രാർത്ഥനകൾ നടത്തി ഒക്കെയായി വണ്ടി ഒരു ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിക്കുന്നു. പുക വരുന്നു വണ്ടിയുടെ പിറകിൽ നിന്ന്. ഡ്രൈവർക്ക് പേടിയായി. പിന്നെ ഏതായാലും അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് അടുത്ത ഇസ്തിറാഹയിലേക്ക് എത്തി. ദുആഉൽ ഖർബിന്റെ മഹത്വം കൊണ്ടായിരിക്കും അടുത്ത ഇസ്തിറാഹയിലെത്തി. അവിടെ നിന്ന് ബസ് ചേഞ്ച് ചെയ്തു, മറ്റൊരു ബസ്സിൽ കയറി. എന്നിട്ട് താബ ബോർഡറിലെത്തി. ഭക്ഷണം കഴിച്ചു. ഹിൽട്ടൺ ലോഡ്ജ്, അവിടുത്തെ ഏറ്റവും 5 സ്റ്റാർ, ഒരു നല്ല സൗകര്യമുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, ഏറ്റവും വലിയൊരു ഹോട്ടലാണ്. അതിലേക്ക് പോയി. അവിടെയായിരുന്നു താമസം. പിറ്റേന്ന് അവിടെ നിന്ന് തൂരിസീനയിലേക്ക് പുറപ്പെട്ടു. തൂരിസീന മല, സീനാമല. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറ. പോകുന്ന വഴിയോരത്താണ് ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ, അതായത് മൂസ നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠൻ ഹാറൂൻ നബി അലൈഹിസ്സലാം. അവിടെ ചെന്നാൽ നമുക്ക് വേറെ രംഗം കാണാനാണ്. അതൊക്കെയാണ് അതിലെ ഏറ്റവും ഇന്നും നമ്മളെ മനസ്സിനങ്ങനെ ത്രസിപ്പിക്കുന്ന രംഗം. അതായത് നമ്മൾ സാധാരണ, ഞാൻ ഇതിന്റെ മുമ്പ് കൂടെ പറഞ്ഞു കഴിഞ്ഞതാണ്, മൂസ നബി അലൈഹിസ്സലാം അന്ന് ജോർഡാനിൽ നിന്ന് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിൽ നിന്ന് കുടുംബത്തെയും കൂട്ടി ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന സമയത്ത് മിസ്രിന്റെ ബോർഡറിലേക്ക് എത്തുമ്പോൾ അന്ന് കണ്ട ഈ സംഭവം, ഈ തൂരിസീന പർവ്വതത്തിന്റെ ഭാഗം, സീനാ പർവ്വതത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഒരു മരത്തിന്റെ അടുത്ത് നിന്ന് ഒരു ലൈറ്റ് കണ്ടു എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. മരത്തിന്റെ അടുത്ത് നിന്ന് ഒരു മരത്തിന്റെ അടുത്ത് നിന്നും ലൈറ്റ് കണ്ടു. അപ്പൊ അങ്ങോട്ട് എത്തിയപ്പോ ആ ലൈറ്റ് ഉള്ള സ്ഥലത്തെത്തിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബിയോട് സംസാരിക്കുക, ഇന്നി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ഞാൻ നിങ്ങളെ പ്രവാചകരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കന്നി വഹി മൂസ നബി അലൈഹിസ്സലാമിന് കിട്ടിയത് ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ്. ആ മരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു മുൾമരം, അവിടാണ് തഫ്സീറുൽ ജലാലൈനിൽ നമുക്ക് ഔസജ് മരം എന്നാ കാണാൻ കഴിയും. ചെറിയൊരു മുൾമരം, അത് അങ്ങനെ തന്നെ മുൾമരം അവിടെ ഇപ്പോഴും വളർന്നു നിൽക്കുന്നുണ്ട്. അതിന്റെ ബാക്കിയാണോ എന്താണെന്നറിയില്ല. വേറെ മരങ്ങളൊന്നും അവിടെ ഇല്ല, ഒറ്റ മരം. ആ മരം അവിടെ ഉണ്ട്.
അത് കാണിക്കുന്നു. അതിന്റെ അടുത്തൊക്കെ നമ്മൾ പോകുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം പടച്ചോനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോ അള്ളാഹുവിന്റെ നൂറു തജല്ലി കണ്ടില്ല. കാണാൻ ഒരുങ്ങുമ്പോഴേക്ക് മല തന്നെ വിറച്ചു പോയി എന്ന് പറഞ്ഞ ദക്ക എന്ന് ഖുർആൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പേരിപ്പോഴും ജബലു ദക്ക എന്നൊരു പേരും ചരിത്രത്തിൽ ഇപ്പോഴും ആ മലക്കുണ്ട്. ആ മലയൊക്കെ അവിടെ കാണാം. ആ മല മാത്രം, അള്ളാഹുവിന്റെ നൂറു തജല്ലി പ്രകടമായ ആ മല മാത്രം കറുത്ത് കരുവാളിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ബാക്കിയുള്ളതൊക്കെ നല്ല ചുവന്ന മലകളാണ്. അത് മാത്രം കറുത്ത് കരുവാളിച്ച് ഇങ്ങനെ നിൽക്കുന്ന രംഗം ഇപ്പോഴും കാണാൻ കഴിയും. അത് കഴിഞ്ഞ് പോരുന്ന വഴിയിൽ മൂസ നബിക്ക് കട്ടിത്തേനും കാടപ്പക്ഷിയും ഇറക്കിയത് ഒക്കെ നമ്മളെ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ ചർച്ച ചെയ്തത്. മന്നും സെൽവയും ഇറക്കിയ ആ സ്ഥലം, ആ മരുഭൂമി അത് കാണിച്ചു തരുന്നു. മന്നും സെൽവയും ഇറങ്ങിയ സ്ഥലം പിന്നീട് സൂയസ് കനാൽ മുറിഞ്ഞു കടന്നു പോരുന്നു. ഇതൊക്കെ ഇപ്പോ ചരിത്രം അറിയുന്നവർക്ക് അറിയാലോ. ബഹ്റുൽ മുത്തവസ്സിത്തും മെഡിറ്ററേനിയൻ കടലും ഇത് രണ്ടും കൂടെ യോജിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 2 മാസം യാത്ര ചെയ്യേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ പുതിയൊരു കടൽ ഉണ്ടാക്കുക നടത്തും. അതാണ് ഇപ്പൊ സൂയസ് കനാൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ആ സൂയസ് കനാല് അത് മുറിച്ച് കടന്ന് പിന്നീട് ഭക്ഷണം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. എല്ലാ ദിവസവും അവിടെ താമസിച്ചത് ഒരൊറ്റ ഹോട്ടലിലാണ്. അത് കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നീട് സിയാറത്തുകൾ തന്നെ. അൽഹംദുലില്ലാഹ്, മിസ്റിൽ അടുത്തിയതോടുകൂടെ മിസ്റിന്റെ പേര് മദീനത്തുൽ മൗത്ത എന്നാണ്. മരിച്ചവരുടെ പട്ടണം, മഹാന്മാരുടെ പട്ടണം. മഹാന്മാർ അന്തിയുറങ്ങുന്ന പട്ടണമാണ് ഈജിപ്ത്. ഈജിപ്തിലേക്ക് എത്തിയതോടുകൂടെ, കൈറോയിലേക്ക് അങ്ങോട്ട് എത്തിയതോടുകൂടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഈ യാത്രയിൽ അവിടെ എത്തിയപ്പോഴാണ്. കാരണം നമ്മൾ 2ാം ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്തായാലും ഒന്ന് പോണം. ആചാര്യക്ക് പോണം തോന്നില്ല. ആചാര്യ പോയതാ? ഓൻ പോയില്ലേ? മോൻ പോയിന്, കുഞ്ഞിപ്പ പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാം യാത്ര എല്ലാം അള്ളാഹു എളുപ്പാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ പോകണ്ട. ആചാര്യ കഴിഞ്ഞോണ്ടൊക്കെ പോകാൻ ഒരുങ്ങിയില്ല, നടന്നില്ല അല്ലേ? അള്ളാഹു എളുപ്പാക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല അവസരം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുമെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ള യാത്രകളെക്കാൾ ഇത് കണ്ടപ്പോൾ വല്ലാത്തെന്ന് പറഞ്ഞാൽ, ഞാൻ 10, 15, 16 കൊല്ലം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നേരിട്ട് കാണുകയാണ്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം. അതുകൊണ്ട് വല്ലാതെ വൈകാതെ ഞാൻ ഏതായാലും ഒന്നും കൂടെ പോകാൻ തീരുമാനിച്ചു. കൂടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിവരം പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വണ്ണക്കോടിന്റെ കീഴിൽ തന്നെ അങ്ങോട്ട് പോയി പോരാവുന്നതാണ്. അദ്ദേഹം ആ വിഷയത്തിൽ 9ാമത്തെ തവണയാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത്. അദ്ദേഹം അതിൽ നിപുണനാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ നോമ്പ് നോൽക്കുന്നത്, നമ്മൾ ഖുർആൻ ഓതുന്നത്, നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്, നമ്മൾ ഉംറ ചെയ്യുന്നത്, നമ്മൾ വുദു എടുക്കുന്നത് അല്ലെ? വുദു എടുക്കുമ്പോൾ വരെ ആ ഷാഫി ഇമാം പറഞ്ഞ എങ്ങനെ നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ ഷാഫി ഇമാമിന്റെ ചാരത്തെത്തി നിസ്കരിക്കുക, അവിടെ ചാരത്തെത്തി ദുആ ചെയ്യാനുള്ള അവസരം അൽഹംദുലില്ലാഹ് എല്ലാവരും ശരിക്കും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത ഒരു സ്ഥലമാണ് ഷാഫി ഇമാമിന്റെ ഹദ്റത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ. അവിടെ നിന്ന് ഇറങ്ങിയാൽ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ശരിക്ക് ഞാൻ കൂട്ടത്തിൽ പറയാണ്, സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവര്, എന്റെ അഭിപ്രായം ഇത് ഏറ്റവും കൂടുതൽ ഈ യാത്ര നടത്തേണ്ടത് പാവപ്പെട്ട മുദരിസുമാരും ഉസ്താദുമാരും ഒക്കെ ഇവരാണ് ഈ സംഗതി ഏറ്റവും പറയും. പക്ഷെ അവരെടുത്ത് കാശില്ല എന്നുള്ള പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, വണ്ടിയിൽ നിന്ന് നല്ല വടാവമ്പം പണക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കയ്യോങ്കി നാട്ടിൽ പോയിട്ട് ദർസ് നടത്തുന്ന ഉസ്താദുമാരെ ഈ യാത്രക്കൊന്നും ഇവിടെ ഒരു 10 ദിവസത്തേക്ക് നിങ്ങൾക്കത് നാളെ പരലോകത്തേക്ക് വലിയൊരു കാര്യമാവും. അപ്പൊ തന്നെ ആ വണ്ടിയിൽ നിന്ന് 2 ആള് നാട്ടിൽ വന്നാൽ 2 വീത ആളുകളെ ഞങ്ങൾ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. അവർക്കൊരു വിഷയമല്ല, ഒരു വിഷയമല്ല. അവർക്ക് ഓരോ മാസം വേണമെങ്കിലും അവിടെ പോയി പോരാ, അതിനൊരു വിഷയമല്ല. പക്ഷെ അവരുടെ കച്ചവടവും കാര്യവും ഇതൊക്കെ മുടങ്ങുന്നുള്ളതാണ് അവരുടെ വിഷയം. പക്ഷെ ഈ വിടുക എന്നുള്ളത്, കാശ് കൊടുത്ത് വിടുക എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല. ഞാൻ പറയണ ആവതുള്ളവര് ഉസ്താദുമാരെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അവർക്ക് ഈ ചരിത്രങ്ങളൊക്കെ ശരിക്കറിയാം. ഇപ്പൊ ശരിക്ക് സക്കരിയ അൽ അൻസാരിയുടെ അടുത്ത് ചെന്നിട്ട് ഉസ്താദിന് സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയാ. ഈ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവരുടെ മഖ്ബറയിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി. ഇത് ഞാൻ ഇങ്ങനെ എണ്ണിവിടുന്നത് കാരണം ഇതൊക്കെ പരിചയമുള്ളതാണ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയെ പരിചയപ്പെടുത്താത്ത ഒരു വേദിയും ബഹുമാനപ്പെട്ട ഉള്ളാൾ നിങ്ങൾക്ക് ഇല്ലായിരുന്നു.
എപ്പോഴാണെങ്കിലും ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയെ പറയുമ്പോഴേക്ക് ഒരു പ്രത്യേക വികാരമാണ്. കാരണം തസവുഫിന്റെ പണ്ഡിതനാണ്, തസവുഫിന്റെ ഇമാമാണ്, മഹാനവറുകളുടെ അടുത്ത് തന്നെയാണ്. കാൽക്കലാണ് ഇബ്നുൽ ഹുമാം, ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ്. ഇബ്നുൽ ഹുമാം തങ്ങൾ കിടക്കുന്നത്. ഇബ്നുൽ ഹുമാം തങ്ങൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയെ സിയാറത്ത് ചെയ്യാൻ വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഓതി. ബഹുമാനപ്പെട്ടവര് എന്താ ഓതിയത്? അവിടുന്ന് നാളെ യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി ഫമിൻഹും ശഖിയ്യും വസഈദ് എന്ന ഭാഗം. നാളെ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒരൊറ്റ കുട്ടിയും സംസാരിക്കാത്ത ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് ഫമിൻഹും ശഖിയ്യും വസഈദ്, ജനങ്ങളുടെ കൂട്ടത്തിൽ പരാജിതരും വിജയികളും ഉണ്ടാകും. സ്വർഗ്ഗക്കാർ വിജയിച്ചവരാണ്, നരകക്കാർ പരാജയപ്പെട്ടവരാണ്. ഫമിൻഹും ശഖിയ്യും വസഈദ്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയുടെ ഖബറിന്റെ അടുത്ത് വെച്ച്, മഖ്ബറയുടെ അടുത്ത് വെച്ച് ഇബ്നുൽ ഹുമാം തങ്ങൾ ഇങ്ങനെ ഓതിയപ്പം ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചിങ്ങ് പറഞ്ഞത്രേ ഇബ്നുൽ ഹുമാമിനോട്, ലൈസ മിന്നാ ശഖിയ്യുൻ ഇബ്നുൽ ഹുമാം. ഇബ്നു ഹുമാമേ, നമ്മളെ കൂട്ടത്തിൽ പരാജിതരില്ലട്ടോ, നമ്മൾ രണ്ടാളും വിജയിച്ചവരാണ്. അപ്പ മഹാനവറുകൾ അന്ന് വസിയത്ത് ചെയ്തതാ, ഞാൻ മരിച്ചാൽ ഈ മഹാനവറുകളുടെ കാൽക്കൽ എന്നെ ഖബറടക്കണം. അങ്ങനെയാണ് കാൽക്കം പുറത്താണ് കിടക്കുന്നത്, കാക്കപ്പുറത്താ കിടക്കുന്നത്, കാൽക്കലാ കിടക്കുന്നത് ഇബ്നുൽ ഹുമാം തങ്ങൾ, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയുടെ. ഇതൊക്കെ ഇവർ രണ്ടാളും വലിയവരായതുകൊണ്ട് നടന്നതാണല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെയൊക്കെ ഈമാനിന്റെ കട്ടി എത്രയായിരിക്കും ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച. അത് കഴിഞ്ഞിട്ട് ഇബ്നു ദഖീഖിൽ എഴുതി റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറ റളിയല്ലാഹു അൻഹു, അതായത് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഒരു മഹാനുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറ. അത് കഴിഞ്ഞിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു. അതും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മിസ്രിലേക്ക് ചേർത്താണല്ലോ നഫീസത്ത് ബീവി എപ്പോഴും നമ്മൾ കേൾക്കാറില്ല. ആ നഫീസത്തുൽ മിസ്രിയയുടെ ഖബർ അതും ഏറ്റവും കൂടുതൽ സിയാറത്ത് നടക്കുന്ന ഒരു മഖ്ബറയാണ്. എപ്പോഴും തിരക്കാണ് നഫീസത്തുൽ മിസ്രിയയുടെ അടുത്ത്. പിന്നെ നൈൽ നദിയിൽ അവിടെ അതിന്റെ അടുത്ത് പോയി അവിടുന്ന് ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ നദിയുടെ ഉള്ളിൽ തന്നെ കപ്പലിന്റെ ഉള്ളിൽ ഒരു ഭക്ഷണ സൗകര്യം, അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അടക്കം ചെയ്യപ്പെട്ട മസ്ജിദ് ഹുസൈൻ ഉണ്ട്, അവിടെ പോയി. പിന്നെ ജാമിയത്തുൽ അസ്ഹർ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പഴയ പള്ളി, അതാണ് പഴയ അസ്ഹർ യൂണിവേഴ്സിറ്റി. പിന്നെ വിപുലീകരിച്ചപ്പോൾ ആ ജാമിയത്തുൽ അസ്ഹർ വേറെ വന്നത്. ജാമിഉൽ അസ്ഹറിലാണ് പഴയകാല ആലിമീങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ ആ ജാമിഉൽ അസ്ഹർ, ആ പള്ളി, അതിന്റെ പഴയ കെട്ടിടം, അത് പോയി സന്ദർശിച്ചു. അവിടെ പോയി ജസ്റ്റ് ഒരു ദർസും കിതാബും ഒക്കെ അവിടെ വെച്ചിട്ട് ദർസും കാര്യങ്ങളും ഒക്കെ നടന്നു. പിന്നീട് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം ഖസ്തല്ലാനിയും ഇമാം ഐനിയും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കിടക്കുകയാണ്. ഖസ്തലാനി ഇമാമും ഐനിയും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇമാം ഷഅറാനി, അത് കഴിഞ്ഞിട്ട് ഇമാം നൂറുദ്ദീൻ ഉസ്സൂനി റളിയല്ലാഹു അൻഹു റോഡ് മുറിച്ച് കടന്ന് അങ്ങോട്ട് ചെന്നാൽ ഇമാം ശിഹാബുദ്ദീൻ റംലി, ഇമാം മുഹമ്മദ് റംലി, ബാപ്പയും മോനും. ശിഹാബുദ്ദീൻ റംലിയും മുഹമ്മദ് റംലിയും നമ്മുടെ മോനെയാണ് നമ്മൾ സാധാരണ നമ്മുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ കണ്ടുവരുന്നത്. നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ നമ്മൾ റംലി ഇമാം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ച് മോനാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ മകൾ, റസൂലുള്ളാഹിന്റെ ഫാത്തിമ ബീവിയുടെ നേരമകൾ സൈനബ് റളിയല്ലാഹു അൻഹ എന്ന പേരക്കുട്ടിയുടെ ഖബർ അവിടെയുണ്ട്. ഇവരൊക്കെ ഇവിടേക്ക് എങ്ങനെ എത്തി? അതും കൂടെ ഒന്ന് ആലോചിക്കാം. മദീനയിൽ നിന്ന് അഹ്ലു ബൈത്തിനെ ഏറെ ആദരിക്കുന്നവരാ മിസ്റുകാരെന്ന് കേട്ടപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനം. സംഭവം ശരിയാണ്. മദീനത്തായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മക്കാമും സിയാറത്തും നടന്നില്ല. അവരന്ന് അങ്ങോട്ട് എത്തിയതുകൊണ്ട് അവിടെ നടന്നു. ആയിഷ ബീവിയുടെ ഖബർ വേറെ ഉണ്ട്. ഏത് ആയിഷ ബീവി? നബിന്റെ ബീവി അല്ലട്ടോ, അത് മദീനത്താണ്. ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ പേര്. ആയിഷ ബീവി ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. അവരാണ് ആയിഷ. അവരുടെ പള്ളിയും വളരെ വിശാലമാണ്. കാരണം ഈ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത്ര മഹത്വം മറ്റു ഒരു മക്കാമുകൾക്കും ഇല്ല ഈ അഹ്ലു ബൈത്തിന്റെ. ഇപ്പോ ഔലാദു സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞിട്ട് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളുടെ കുറെ തങ്ങന്മാരുടെ മക്ബറകൾ ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ട്.
എന്തുമാത്രം പരിചരണമാണ് അവിടെ നടക്കുന്നത്, വലിയ ബഹുമാനമാണ്. അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കയിലെ ഒന്നാമത്തെ പള്ളി മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളി പിന്നീട് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. അത് വല്ലാത്ത പള്ളിയാണ്. ആ ജാതി ഒരു പള്ളി ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കണം. കാരണം അത്രയും വലിയ പള്ളിയാണ്. അതായത് ഇപ്പൊ മദീനത്തെയൊക്കെ പള്ളിയുടെ ആ ഒരു അത്രയും വലിപ്പമുണ്ടോ എന്ന് ഇങ്ങനെ തോന്നിപ്പോ, അത്രല്ല, ഏകദേശം നമുക്ക് തന്നെ തോന്നും. അത്രയും അധികം വലിപ്പമുള്ള പള്ളിയാണ്. അത് കഴിഞ്ഞ് പിന്നീട് തൊട്ടു പിറ്റേന്ന് 8ാം ദിവസത്തിലേക്ക് കടന്നു. അന്ന് തന്തയിലെ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലെത്തി. ഇതും താജുൽ ഉലമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അഹ്മദുൽ ബദവി തങ്ങളെ പണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന് ചേകനൂർ പ്രശ്നത്തിലുള്ള ആ കേസ് വന്ന സമയത്ത് അന്നാണ് ഈ യാത്ര നടത്തുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ബഹുമാനപ്പെട്ട ശൈഖുനയോട് പറഞ്ഞു, ശൈഖുന ഉസ്താദിനോട് പറഞ്ഞു, AP തങ്ങളുടെ ആ ശൈലിയാണ്, AP നിങ്ങളെ കേസ് ഇവിടെ ഫയൽ ചെയ്യും, ഇവിടെ കൊടുക്കണം, അത് ഇവിടുന്ന് തീരുമാനാവണം. അതിലേക്ക് സങ്കടം പറയാൻ കുറെ ഹോളുകളുണ്ട്, ദ്വാരങ്ങളുണ്ട്. ഈ ഓട്ടന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ സങ്കടം പറഞ്ഞാൽ ഈ നാട്ടിലെത്തുമ്പോഴേക്ക് ഫത്ഹാവും. തങ്ങളിപ്പാപ്പ പറഞ്ഞതാണ്. എന്നിട്ട് AP ഉസ്താദിനോടാണ് പറയിപ്പിച്ചത്. ആണ് പറഞ്ഞാൽ ഈ സങ്കടം നേരെ മലയാളത്തിലാണ് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു വരുന്നത് അത് അതുപോലെ തന്നെ തേഞ്ഞു മാഞ്ഞാണ് പോയി. എന്തൊരു പേടിയായിരുന്നു സത്യത്തിൽ, നമ്മളൊക്കെ പേടിച്ചൊരു സംഭവമാണ്. അഹ്മദുൽ ബദവി തങ്ങളുടെ അടുത്ത് ഏത് പ്രശ്നവും ചെന്നിട്ടാണ് പറഞ്ഞാൽ പരിഹരിക്കുന്നു. അതാണ് അഹ്മദുൽ ബദവി തങ്ങളുടെ മഖാമിന്റെ. അവിടെ എത്തുമ്പോഴേക്ക് ശ്രീലേക്കാട് കടക്കുമ്പോഴത്തേനെ പിന്നെ പോലീസുകാരായി, ബാക്കിലും മുന്നിലും ഒക്കെ പോലീസുകാർ. കുറ്റമ്പാറ ഉസ്താദൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. കാരണം പോലീസുകാർ മുന്നിലും ബാക്കിലും ഒക്കെ അങ്ങനെ അകമ്പടിയോട് കൂടെ കൊണ്ടുപോകുമ്പോൾ ഉള്ളിലുള്ളവർക്ക് ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട്. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ വിദേശികളായതുകൊണ്ട് നമുക്ക് നേരെ ഒരു ആക്രമണവും ഉണ്ടാകരുത്, ഒരു പ്രശ്നവും അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ബാധിക്കരുത് എന്ന് കരുതിയിട്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ബൗണ്ടറി ഇങ്ങനെ വിട്ട് കിടക്കുന്ന സമയത്ത് പോലീസ് വണ്ടി ഇങ്ങനെ മാറും. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ടീം ഇങ്ങനെ അങ്ങനെ പോയി. അൽഹംദുലില്ലാഹ് അഹ്മദുൽ ബദവി തങ്ങളുടെ മഖാമിൽ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് ശേഷം അതേ പോലീസ് അകമ്പടിയുടെ പോലീസ് ഇങ്ങനെ കാത്തു നിൽക്കുക നമ്മൾ ചെയ്യാം. സിയാറത്ത് കഴിയോളം കാത്തു നിൽക്കും. സിയാറത്ത് കഴിഞ്ഞാൽ പോലീസ് അകമ്പടിയോടെ തന്നെ വീണ്ടും വന്ന് ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു, 4 കുത്തുബുകളിൽ ഒരാളായ ഇമാം ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് എത്തി. അവിടെ നിന്ന് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ അവിടെ പുറപ്പെട്ടു. പിന്നീട് 9ാമത്തെ ദിവസം എത്തിയത് ആദ്യം ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ പള്ളിയിലാണ്. ആ പള്ളിയിൽ തന്നെയാണ് ദാനിയാൽ നബിയുടെ തൊട്ടു ചാരത്താണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. സൂറത്തുൽ ലുഖ്മാനിൽ പരാമർശിച്ച ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, ആ മകനെ ഉപദേശിച്ച തയ്യൽക്കാരൻ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. അയാൾ തയ്യൽക്കാരനായിരുന്നു, ടൈലറായിരുന്നു. പക്ഷെ ഒരു ടൈലർ ഉയർന്നാൽ എത്രത്തോളം ഉയരാം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അതിന്റെ ഉദാഹരണമാണ്. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങൾ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി, അവിടുന്ന് ജുമുഅ കഴിഞ്ഞു. ആ ജുമുഅക്ക് അവിടെയാണ് കൂടിയത്. പിന്നെ ഭക്ഷണം കഴിഞ്ഞു. തൊട്ടടുത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞു. ബൂസിരി ഇമാമിന്റെ ഹദ്റത്തിലേക്ക് എത്തി. ഈ ഷാഫി ഇമാമിന്റെ ഹദ്റത്തിലെത്തിയതുപോലെ എന്നെ സന്തോഷിപ്പിച്ച ഒരു രംഗാണ് ബൂസിരി ഇമാമിന്റെ ഹദ്റത്തിൽ. കാരണം ഞാൻ ഏറെ പരിചയപ്പെടുത്തിയ ഒരാളാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. 32ഓളം സീഡികളിൽ ഞാൻ ഈ ബുർദ വിശദീകരിച്ചിട്ടുണ്ട്. ബുർദയുടെ വരികൾ ഇമാം ബുസീരിയുടെ മഖ്ബറയിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ബുർദ ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലി, ഞങ്ങളെ കൂടെ കൂടി ചൊല്ലി. അറബികളൊക്കെ ഞങ്ങൾ കൂടെ കൂടിയിട്ട് ചൊല്ലി, ബുർദ ചൊല്ലി. അൽഹംദുലില്ലാഹ് യാ അക്രമ ബൈത്തെത്തിയപ്പോഴേക്ക് അവരൊക്കെ വന്നു, അവരും കൂടെ ചൊല്ലി. ശേഷം നല്ല ഒരു ദുആ നടന്നു. ശേഷം അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളെ സിയാറത്ത് ചെയ്തു. സൈനുൽ ആബിദീൻ തങ്ങളുടെ ഔലാദ് സൈനുൽ ആബിദീൻ നേരത്തെ ഞാൻ പറഞ്ഞ ആ മഖ്ബറ സിയാറത്ത് ചെയ്തു. യാഖൂത്തുൽ അർശ് തങ്ങളെ സിയാറത്ത് ചെയ്തു. മക്കീനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തു. പിന്നീട് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തു. അലക്സാണ്ട്രിയയിലെ വലിയ ഒരു ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറി കണ്ടു. 10ാം ദിവസം ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പുറപ്പെട്ടു. ആദ്യം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ വളരെ പഴക്കത്തിലാണ്.
വളരെ പഴക്കം. കയറി ചെല്ലുന്നിടത്ത് തന്നെ വാതിൽക്കല് ജലാലുദ്ദീൻ അൽ ഇമാം ജലാലുദ്ദീൻ അസ്സുയൂത്തി റളിയല്ലാഹു അൻഹു എന്ന് എഴുതി വെച്ച് എല്ലാം അവിടുത്തെ ആ ചരിത്രമൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ പഴക്കം, കണ്ടതിൽ ഏറ്റവും കൂടുതൽ പഴക്കം തോന്നിപ്പിക്കുന്നതും ഇമാറത്ത് കുറവുള്ളതുമായിട്ട് സുയൂത്തി ഇമാമിന്റെ മഖ്ബറയാണുള്ളത്. അവിടെ തുറന്നു തരാൻ ആളില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ ഹാദിമിന്റെ. പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞങ്ങൾ അടഞ്ഞു കിടക്കുന്ന ആ മഖ്ബറിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. ദുആ കഴിഞ്ഞതിന്റെ ശേഷം തിരിച്ചു പോന്നു. അങ്ങനെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തതിന്റെ ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രൻ ജഅഫർ ബിൻ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ നേരത്തെ പറഞ്ഞ അവരെ സന്ദർശിച്ചു. കൈറോയിലെ മന്തഖത്തു ആയിഷ, ആ പ്രദേശത്തിന്റെ പേര് തന്നെ മന്തഖത്തു ആയിഷ. ഇന്നും ബഹുമാനപ്പെട്ട മഹദിയുടെ പേരിലാണ് ആ സ്ഥലത്തിന്റെ പേര് തന്നെ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഈജിപ്തിലെ മ്യൂസിയം കാണാൻ പോയി. നമ്മളെ മറ്റേ ചെറുത്താനെ മോന്റെ ബോഡി ഒന്ന് പോയി കണ്ടു. ഫറോവയുടെ ബോഡി കണ്ടു. മറ്റു പലരും അതിന്റെ അകത്തുണ്ട്. ഫറോവ ഏതായാലും അല്ലാഹു തആല പറഞ്ഞതാണല്ലോ ഫൽയൗമ നുനജ്ജിക ബിബദനിക എന്ന് അല്ലാഹ് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ ഇങ്ങനെ പച്ചയായിട്ട് കിടക്കുന്നത് അത് കണ്ടു. ശേഷം പിരമിഡുകൾ സന്ദർശിച്ചു. അത് കഴിഞ്ഞതിന്റെ ശേഷം അവിടെ ഞങ്ങളുടെ ഗൈഡായിട്ടുണ്ടായിരുന്നത് യൂസുഫ് എന്ന് പറഞ്ഞ ആളായിരുന്നു. പലസ്തീനിലാണ് നേരത്തെ പറഞ്ഞ റാമി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് അദ്ദേഹത്തിന്റെ കീഴിൽ അവസാനത്തെ ഉച്ചഭക്ഷണം നൽകി എയർപോർട്ടിലേക്ക് യാത്രയാക്കി. എയർപോർട്ടിൽ നിന്ന് നേരെ മുംബൈയിലെത്തി. ബോംബെയിൽ നിന്ന് നേരെ ഇങ്ങോട്ടും കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്തി. ബോംബെയിൽ എത്തിയ ഉടനെ തന്നെ അങ്ങോട്ട് പുറപ്പെടാന്നാ പറഞ്ഞിരുന്നത്. അവിടെ എത്തിയപ്പോൾ 4 മണിക്കൂർ ലേറ്റാണ് വിമാനം എന്ന് കേട്ടു. അപ്പൊ ഒരു ചെറിയ വിഷമമൊക്കെ കൂടെ ഉള്ളവർക്കൊക്കെ ഉണ്ടായി. എന്നാലും അൽഹംദുലില്ലാഹ് മൊത്തത്തിൽ യാത്ര വളരെ സന്തോഷകരമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഈ ഒരു റാഹത്ത് പലപ്പോഴും പല യാത്രകളിലും ലഭിക്കാത്ത ഒരു റാഹത്താണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ഇത് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഒന്നങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമയത്തിനുള്ളിൽ ഇത് തീർക്കാൻ വേണ്ടി മിസ്രിലൂടെ അങ്ങനെ പോകുമ്പോൾ നൈൽ നദിയുടെ 2 തീരത്തും കിലോമീറ്റർ 100 കണക്കിന് കിലോമീറ്റർ പരന്ന് കിടക്കുകയാണ് നല്ല സമൃദ്ധമായ തോട്ടങ്ങൾ. ആപ്പിളുണ്ട്, അതുപോലെ തന്നെ തക്കാളിയുണ്ട്, മുന്തിരിയുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്, നെല്ലുണ്ട്. ഇതൊക്കെ അത് എത്രയെന്ന് വിചാരിച്ച് നിൽക്കുന്ന നമ്മൾ അന്തം വിട്ടു പോകും. ഇപ്പോഴും കൃഷി. അപ്പൊ ആരോ ഒന്ന് ബസ്സിന്ന് ഇങ്ങനെ പറഞ്ഞു, പഠിച്ചോനെ ഈ അറേബ്യൻ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ കൃഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ സ്രോതസ് നൈൽ നദിയാണ്. ഇതിനൊക്കെ വെള്ളം കിട്ടുന്നത് നൈൽ നദിയിൽ നിന്ന്. അങ്ങനെ നൈൽ നദിയുടെ 2 ഭാഗത്തും കൃഷിയിടങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇതൊക്കെ മുമ്പുണ്ടോ ആവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ഓർമ്മ വന്നു, ഞാൻ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തു ദുഹാനിലെ ഒരായത്ത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഫറോവനെ മുക്കിക്കൊന്നത് പറഞ്ഞിട്ടല്ല പറയുന്നുണ്ട്. ഈ പഹയനെ മുക്കിക്കൊന്നപ്പോ അള്ളാന്റെ ശിക്ഷ ഇങ്ങോട്ട് വന്നാൽ ഭൗതിക സമൃദ്ധി എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, പിടിച്ചു നിൽക്കാൻ കഴിയൂല. കാരണം ഇവരെ മുക്കിക്കൊന്നത് പറഞ്ഞിട്ടല്ല പറയുന്നുണ്ട് കം തറക്കു من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين എന്ന് പറഞ്ഞുകൊണ്ട് കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, അവരെത്രയെത്ര തോട്ടങ്ങളാണ് ഉപേക്ഷിച്ചിട്ട് പോയത്. അവര് ആ ബഹറുൽ അഹ്മറിലെ ചെങ്കടലിലിട്ട് അവരെ മുക്കിക്കൊന്ന സമയത്ത് അവരുടെ പിന്നാമ്പുറത്ത് നൈൽ നദിയുടെ തീരത്ത് അവർ ഉപേക്ഷിച്ചിട്ടത് എത്ര സമൃദ്ധമായ തോട്ടങ്ങളാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്ര അരുവികള്, എത്ര തോട്ടങ്ങള്, വസുറൂഇൻ, എത്ര വയലേലകൾ, എത്ര കൃഷിയിടങ്ങൾ, വമഖാമിൻ കരീം, എത്ര അടിപൊളി കൊട്ടാരങ്ങൾ, വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവരടിച്ചു പൊളിച്ച് കഴിഞ്ഞിരുന്ന സൗകര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നില്ലേ. ആ സൗകര്യങ്ങളൊക്കെ ഇട്ടേച്ചല്ലേ അവരെ നമ്മൾ കൊന്നുകളഞ്ഞത്, മരിപ്പിച്ചത്. വകദാലിക ഔറത്നാഹാ ഖൗമൻ ആഖരീൻ, അങ്ങനെ ആ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നാം വേറെ ഒരു വിഭാഗത്തിന് അനന്തരമായി കൊടുത്തു. അത് മൂസ നബിക്കും കൂട്ടർക്കും.
ഇവരെയാണ് നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ മുതലാളിമാര് പറ്റോലായിരുന്നു. അവരുടേത് മൊത്തം മൂസ നബിക്കും കൂട്ടർക്കും ഇങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഇവരെ കൊന്നു കളഞ്ഞിട്ട് ആകാശമോ ഭൂമിയോ ഇവരുടെ പേരിൽ കരഞ്ഞില്ല. മുസ്ലിമായ മനുഷ്യൻ മരിക്കുമ്പോൾ അയാളുടെ അമലുകൾ എന്നും കയറി ചെല്ലുന്ന ആകാശ കേന്ദ്രം കരയുമെന്നാണ്. അയാൾ സുജൂദ് ചെയ്യുന്ന മുസല്ല കരയുമെന്നാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ കരയുമ്പോൾ സുജൂദ് അവസാനിച്ചല്ലോ എന്നുള്ള നിലക്ക് ഇല്ല. ഇവര് മരിച്ചിട്ട് ഭൂമിയോ ആകാശമോ, ആകാശത്തോ ഭൂമിയിലോ ഒരാള് പോലും തേങ്ങാനുണ്ടായില്ല, കരയാനുണ്ടായില്ല. അവരെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇത് അന്ന് ഞാൻ പറഞ്ഞത്. പലപ്പോഴും അവസരോചിതം ആയത്തുകൾ ഓതി ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ എത്തിയപ്പോ ബസ്സിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നപ്പോ ഞാൻ ഈ ആയത്തോതി അവർക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം അപ്പോഴാണ് ഇത് ശരിക്കും തിരിയുന്നത്. തറക്കൂ ജന്നാത്തിൻ വഉയൂന എന്നല്ല പറഞ്ഞത്, കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂന. ഇപ്പോഴും അവിടെ കാണാൻ കം തറക്കൂ എന്ന് ചോദിച്ച ചോദ്യം ഇപ്പോഴും അവിടെ കാണാൻ. എത്ര തോട്ടങ്ങള്, കാരണം എണ്ണിയാൽ ഒടുങ്ങാത്ത തോട്ടങ്ങള്, സമൃദ്ധമായ തോട്ടങ്ങള് ഇപ്പോഴും ശരിക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും പറയുന്നു, നിങ്ങൾ പോവണം. കഴിയൂല എങ്കിൽ സാമ്പത്തികമായ ശേഷിയുള്ളവർ ഒരു ഉസ്താദിനെയെങ്കിലും, ഞാനത് അങ്ങനെ പറയുന്നത് കുറച്ചൊക്കെ ഈ ഖുർആനുമായിട്ട് ബന്ധമുള്ള മുദരിസുമാർ എപ്പോഴും ദർസ് നടത്തുന്നത് തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇങ്ങനെ പറയാം. പക്ഷെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ പലപ്പോഴില്ല. എന്റെ കാര്യം പറയാം. 16 കൊല്ലം ഞാൻ ഖുർആൻ ക്ലാസ് എടുത്തപ്പോ ഏതോ ഒരു ഭാവനാലോകത്താണ് ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇപ്പൊ അത് പറയുമ്പോ ശരിക്കും അതിന്റെ ചിത്രം ഇങ്ങനെ കണ്ണിൽ കണ്ടുകൊണ്ട് പറയാൻ കഴിയും. കണ്ണിൽ കണ്ടുകൊണ്ട് പറയാം. എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു പിടുത്തം തന്നെ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ ഈജിപ്തിൽ നിന്ന് അന്ന് കയ്യബദ്ധത്തിൽ ഒരു കിബുത്തി കൊല്ലപ്പെടുമ്പോൾ ഇങ്ങോട്ട് ജോർഡാനിലേക്ക് പോരുന്നതും, പിന്നെ അവിടെ 10 കൊല്ലം ആടുമേച്ച് കുടുംബത്തോടൊപ്പം വീണ്ടും ഈജിപ്തിലേക്ക് പോകുന്നതും, ഈജിപ്തിൽ നിന്ന് വീണ്ടും ഫറോവയുടെയും കൂട്ടരുടെയും ശല്യം സഹിക്കാൻ കഴിയാതെ അന്ന് റെഡ് സീ മുറിഞ്ഞ് കടന്ന് ഇപ്പുറത്തേക്ക് പലസ്തീനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതൊക്കെ നമുക്ക് ശരിക്കും ബോധ്യപ്പെടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാത്ര നടത്തി നോക്കണം. അപ്പൊ ശരിക്ക് അത് നമുക്ക് ശരിക്കും മനസ്സിൽ അങ്ങോട്ട് ബോധ്യപ്പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ യാത്രകളും അല്ലാഹു സ്വീകരിക്കട്ടെ. അവിടെ വെച്ചൊക്കെ ഖുർആൻ ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എന്റെ രഹസ്യമായി എന്ന് പറഞ്ഞാൽ കൂട്ടപ്രാർത്ഥന കഴിഞ്ഞാൽ രഹസ്യമായിട്ട് നടത്തുന്ന ദുആയും നിങ്ങളെ എന്തായാലും മറക്കൂല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു രംഗത്തേക്ക് വിശുദ്ധ ഖുർആൻ എന്ന ഈ വിഷയത്തിലേക്ക് കക്കോട്ടിൽ മമ്മൂട്ടി ഹാജി പനച്ചികപ്പള്ളിയാളി, ഞാൻ അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അപ്പൊ അവിടെ വെച്ച് ഈ ഖുർആൻ പഠനവേദിയിലേക്ക് എനിക്ക് കയറി വരാൻ കാരണമായത് ഈ സദസ്സാണ്. 16 കൊല്ലം അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഈ സദസ്സ് ശരിക്കോർത്ത് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ നമ്മുടെ ക്ലാസ്സിന് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആള്, എന്നും നമ്മുടെ ക്ലാസ്സിന് ഇങ്ങോട്ട് എത്തിച്ചിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചേലക്കോട്. അദ്ദേഹം എല്ലാ പ്രാവശ്യവും വരുന്ന സമയത്ത് ഒപ്പം കൊണ്ടുവന്നിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മോഷനും ഇവിടെ ഉണ്ട്. അവരെന്നും വരുന്നതാ, അവരെ കൂടെ വരുന്ന ഒരാളുണ്ട്. അയാള് പെട്ടെന്ന് മരണപ്പെട്ടു. എന്നാ മരണപ്പെട്ടത്? അടുത്ത ദിവസം, കഴിഞ്ഞ തിങ്കളാഴ്ച. ഞാനിവിടെ ഇല്ലായിരുന്നു. നമ്മള് മരണപ്പെട്ടപ്പോ നമുക്ക് ആ വിവരം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും മരണപ്പെട്ടു. നല്ല മരണമായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. മക്കളെയും കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി കുട്ടികളോട് മക്കളോടൊക്കെ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു. വാപ്പാനോട് ദുന്യവിയായ ഒരു കാര്യവും സംസാരിക്കരുത്, നിങ്ങൾ കുറച്ച് ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതിക്കോളൂ, അപ്പോഴേക്ക് വാപ്പാന്റെ കാര്യങ്ങളൊക്കെ റാഹത്താവെന്ന് പറഞ്ഞു. നന്നായി കലിമ ചൊല്ലി റാഹത്തോടെ ആ ഉപ്പ മരിച്ചു. നല്ല ഇങ്ങോട്ട് നമ്മളെ ക്ലാസ്സിന് 1.5 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അയാളായിരുന്നു കൊണ്ടുവരണം. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒന്ന് ദ്വാരക്കണം, നമുക്ക് നിസ്കരിക്കും. ആരും പോരുത്, കാരണം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. 1.5 കൊല്ലമായിട്ടെങ്കിലും നമ്മളൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നിർബന്ധമായിട്ടും ദ്വാരക്കണം. പടച്ചോനെ ആ ഉപ്പന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണേ. പടച്ചോനെ ഞങ്ങളെയൊക്കെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. നല്ല മനസ്സിന്റെ ആളുകൾ നല്ല മരണം കിട്ടുന്നു. പടച്ചോനെ ഞങ്ങൾക്ക് നല്ല റാഹത്തുള്ള മരണം, മരിക്കാൻ നേരത്ത് നല്ല റാഹത്തുള്ള മരണം നൽകണേ അല്ലാ. മരിക്കാൻ നേരത്ത് നല്ല റാഹത്തുള്ള മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. പടച്ചവനെ അർഹമുർ റഹീമായ റബ്ബേ നീ എല്ലാ വിധത്തിലും ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാ.
അപ്പൊ നമുക്ക് ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇവിടെ ഒരു കട ഉദ്ഘാടനമുണ്ട്, ഒരു ബുക്ക് സ്റ്റാൾ ഉദ്ഘാടനമുണ്ട്, അതുമായി ബന്ധപ്പെട്ട പലതും ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വകയാണ് നമുക്ക് ഇന്ന് ചായ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ആ ഉദ്ഘാടനത്തിന് അങ്ങോട്ട് ഏതായാലും പോകണല്ലോ, ഇതന്നെ ഈ ചുമലിന്റെ അപ്പുറത്ത്. അപ്പൊ അവിടെ എല്ലാവരും ഒന്നൊന്ന് കൂടിയിട്ട് അദ്ദേഹത്തിനൊരു സന്തോഷമാണ്, ഒന്നാണ് കയറിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത് ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് പിരിയ. ഇത് ഇവിടുത്തെ ദുആ കഴിഞ്ഞതിന് ശേഷം ഒന്ന് അങ്ങോട്ട് ഇറങ്ങണം എന്നെല്ലാവരോടും. മോങ്ങത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി മരണപ്പെട്ടു. പിന്നെ നേരത്തെ പറഞ്ഞ പനച്ചിയപ്പള്ളിയാലയിലെ ഒരാള്, അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞു 3 ആളുടെ ജനാസ നിസ്കരിക്കാൻ പോവുകയാണ്. ഉള്ളവരൊക്കെ വേഗം കൊണ്ട് നിൽക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടർ ക്ലാസ് അടുത്ത ആഴ്ച ഉണ്ടാകും. ഈ ആഴ്ച ഇത് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. മാഷും അതുപോലെ തറയിട്ടാൽ സക്കാഫിയും ഒക്കെ അനുഭവങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോ അത് ഒരുപാട് ആളുകൾക്ക് ആവേശമാവും. അതെ, ഉസ്താദിന്റെ ഒരു സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മരുമകന്റെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാനുണ്ട്. ഒരു നല്ല ജീവിതശീലം വരാൻ അല്ലാഹുവേ നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ദുശ്ശീലങ്ങളൊക്കെ നീ ഒഴിവാക്കണേ അല്ലാഹ്. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ആരൊക്കെ ബന്ധപ്പെട്ട് രോഗങ്ങൾക്ക് വേണ്ടി